പ്രിയമുള്ളവരെ, ആദരപൂർവം ഡോക്ടർ എം ബഷീർ സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുകയാണ്. യാ സൃഷ്ടി സൃഷ്ടുരദ്യ മഹതി വിധിഹുദം യാ ഹവിരിയാ ചഹോത്രി യദ്വേ കാലചുദിത്ത വിഷയഗുണായ സ്ഥിതാ വ്യാപ്യ വിശ്വം യാമാഹു സർവബീജ പ്രകൃതിയാ പ്രാണിനം പ്രാണവന്തം പ്രത്യക്ഷാഭിപ്രപന്നസ്തനുഭിരവധു വസ്താഭിരഷ്ടാഭിരീശ. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം. SNDP ഡൽഹി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ കാൽക്കാജി ശാഖയിൽ വെച്ച് നടക്കുന്ന പ്രതീകാത്മകമായ തീർത്ഥാടനത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മഹനീയ വ്യക്തിത്വം, അതുപോലെ ശ്രീ വേണു, ശ്രീ ആർ പ്രസന്നൻ സാറ്, ശ്രീ ഡിലോനി മാനുവൽ, ശ്രീ സനിൽ, ശ്രീ ഓമനക്കുട്ടൻ, ഡയറക്ടർ ബോർഡ് അംഗമായ SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗമായ അനിൽകുമാർ, പിന്നെ എനിക്ക് വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ ഇതുവരെയും ഇനി അങ്ങോട്ട് യാത്ര അയക്കുന്നവരെയും വിടാതെ പിന്തുടരുന്ന പ്രിയപ്പെട്ട സുനിൽജി, സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങളെ, നിബിഡമായ സദസ്സിന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഡിസംബർ 8 വന്ന ദിൽഷാദ് ഗാർഡനിൽ വന്നിട്ട് പോയപ്പോൾ അവിടെ നിന്നുള്ള ധാരാളം സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ചിലർക്കൊന്നും ഇങ്ങോട്ട് കയറി വരാൻ വയ്യാതെ താഴെ നിന്നുകൊണ്ട് ഫോണിൽ വിളിച്ചിട്ടുമുണ്ട്. എനിക്ക് വളരെ 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 ഇഷ്ടമായി. എന്തെന്നറിയോ, അതിരാവിലെ ഈ തണുപ്പത്തെ തീർത്ഥാടനത്തിൻ്റെ പദയാത്ര, സമ്മോഹനമായ ഗംഭീരമായ ഘോഷയാത്ര, അതിനോടൊപ്പം തന്നെ ദേവവാദ്യമായ ചെണ്ട വായിക്കുമ്പോൾ ഷർട്ടിടരുത് എന്ന നിയമം ലംഘിക്കാതെ ഈ 10 ഡിഗ്രി 9 ഡിഗ്രി തണുപ്പത്ത് ഉടുപ്പിടാതെ ചെണ്ട കൊട്ടിയവരെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അത് മനോഹരമായ ചെണ്ടമേളമായിരുന്നു. പലതും അന്വേഷിച്ച് സുനിൽജിയോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ മാരാർ സമുദായത്തിൽപ്പെട്ട പലരും കണ്ണൂരുകാരിവിടെ ഉണ്ടെന്നും അവർ പരമ്പരാഗതമായി ആ കല വിടാതെ സൂക്ഷിക്കുന്നെന്നും അറിഞ്ഞതിൽ അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുദ്രോളി ക്ഷേത്രം, അല്ല എന്താ കുദ്രോളി, അങ്ങനെ കണ്ട അതിൻ്റെ പേര് ഞാൻ മറന്നു, വലിയ പ്രസിദ്ധമായ ഒരു കാവുണ്ട്, കുദ്രോളിക്കാവെന്ന് മറ്റാണ് അതിൻ്റെ പേര്. അവിടെ പേരങ്ങ് മറന്നുപോയി. കൂത്രാളിക്കാവ്, കൂത്രാളിക്കാവിലെ ഉത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VK നായനാരാണ് ഉദ്ഘാടനം. എനിക്ക് മുഖ്യപ്രഭാഷണം. അതിഥികളെ സ്വീകരിച്ച് ചെണ്ടമേളത്തോടുകൂടി താമസിച്ചിടത്തു നിന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സംഘാടകരിൽ ആരോ പറഞ്ഞു, ഈ ചെണ്ട കൊട്ടുന്നത് തൃശ്ശൂർ ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട രാജപാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ചെണ്ട കൊട്ടുന്നത്. സ്വതസിദ്ധമായ ശൈലിയിൽ നായനാർ പ്രസംഗം തുടങ്ങുമ്പോൾ K കരുണാകരൻ മുഖ്യമന്ത്രിയാണ്. നായനാർ പറഞ്ഞു, കലികാലം എന്നൊന്നുണ്ടെന്ന് എനിക്ക് നേരത്തെ വിശ്വാസമില്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് വിശ്വാസമായി. കാരണം കലികാലത്തിൽ തല തിരിഞ്ഞ് സംഭവിക്കുന്ന, രാജ്യം ഭരിക്കേണ്ടവർ ചെണ്ട കൊട്ടുന്നു, ചെണ്ട കൊട്ടേണ്ടുന്നവർ രാജ്യം ഭരിക്കുന്നു. അപ്പോൾ ആ പാരമ്പര്യം അവർ സൂക്ഷിക്കുന്ന നായനാരല്ലേ. അദ്ദേഹം പറഞ്ഞ ആർക്കും ഒരു പരാതിയും ഇല്ല. അപ്പോൾ ആ പാരമ്പര്യം സൂക്ഷിക്കുന്ന ചെണ്ടമേളം, സമ്മോഹനമായ പദയാത്ര, മനോഹരമായ ഒരുക്കങ്ങളുള്ള ഓഡിറ്റോറിയം, നിർനിമേഷമായി കേട്ടിരിക്കുന്ന വലിയൊരു സദസ്സ്. പക്ഷേ ഒരേ ഒരു കുഴപ്പം മാത്രം, സമയം ചുരുക്കമാണ്. ഗുരുദേവനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ബെല്ലും ബ്രേക്കും ഉണ്ടാവുന്നില്ല. ഏത് വിഷയത്തെപ്പറ്റി എവിടെ അവതരിപ്പിച്ച് തുടങ്ങിയാലും ഉദ്ദേശിക്കുന്നതിൽ ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല ആരെക്കൊണ്ടും.
പ്രസന്നൻ സാറെ വളരെ മനോഹരമായി താഴ്ന്ന ശബ്ദത്തിൽ ഒരുപാട് ചിന്തിക്കേണ്ടുന്ന ഗുരുദേവ വിഷയങ്ങൾ അതിമനോഹരമായി അവതരിപ്പിച്ചു. സമഗ്രമായ വീക്ഷണത്തിൽ, അതാണ് സമഗ്രമായ വീക്ഷണം, അതാണ് ആ വീക്ഷണത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർത്ഥാടനം ഒരു മുഖ്യ വിഷയമാണ്. അദ്ദേഹം അവതരിപ്പിച്ച് നിർത്തിയിടത്താണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. കാര്യം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് പരസ്പരം അറിയാനും അറിയിക്കാനും അല്ല, വാദകോലാഹലങ്ങൾ ഉണ്ടാക്കി ഒന്നു ചേരാനല്ല, അകൽച്ചയുടെ പടവുകൾ സൃഷ്ടിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇപ്പോൾ അറിയാനും അറിയിക്കാനും പരിശ്രമിച്ചതാണ് ഗാന്ധിജിയും ഗുരുദേവനും ചെയ്തതെന്ന് അദ്ദേഹം അടിവരയിട്ട് നിർത്തി. ആശയങ്ങളെ അക്രമം കൊണ്ടും അസഭ്യം കൊണ്ടും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ, ആശയങ്ങളെ അസഭ്യം കൊണ്ടും അക്രമം കൊണ്ടും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സമന്വയത്തിൻ്റെ ദർശനം പഠിപ്പിച്ച വിശ്വഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് സമാനതകളില്ല. സഹിഷ്ണുതയോടെ നേരിടാൻ പഠിപ്പിച്ച ആ ദർശനങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കാത്ത ഒരു മലയാളിയും ഇല്ല. ഗുരുദേവ ദർശനങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കാത്ത ഒരു മലയാളിയും ഒരു കേരളീയനും ഇന്നില്ല. അങ്ങനെയുണ്ടെന്നാരെങ്കിലും വാദിച്ചാൽ അത് അമേരിക്കയിൽ പല രാജ്യത്തുനിന്ന് ഒത്തുചേർന്നവരുടെ ഒരു സമ്മിശ്ര സംസ്കാരമാണ്. അതുകൊണ്ടൊരു ഏകീകൃത ഭാഷയോ കാവ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ആദ്യമായി അമേരിക്കയിലെ ലബ്ധപ്രതിഷ്ഠനായ കവി എസ്രാ പൗണ്ടാണ് 19-ാം നൂറ്റാണ്ടിൽ. പിന്നീട് ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞു, അമേരിക്കൻ കവികളിൽ പിന്നീട് വന്ന എല്ലാ കവികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ എസ്രാ പൗണ്ടിൻ്റെ സ്വാധീനം ഉണ്ട്. ഇനി ഇല്ല എന്നാരെങ്കിലും വാദിച്ചാൽ -ഡിഗ്രി ഐസിൽ നിൽക്കുന്നവന് തണുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞ ഉദാഹരണമാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നമുക്കറിയാം ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് ഓൾഡ് മാൻ ആൻഡ് സീ, കിഴവനും കടലും. ഞാൻ അല്പം മനോരോഗ ചികിത്സ പഠിച്ച ഡോക്ടറാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ അങ്ങനെയാണ്. അതുകൊണ്ട് വനിതാ കമ്മീഷൻ്റെ ഒക്കെ കൗൺസിലറാണ്. അപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള, ആത്മഹത്യ ചെയ്യണമെന്നുള്ള പ്രവണതയുള്ളവർക്ക് ലോകത്തിലുള്ള മനോരോഗ ചികിത്സകർ, മനഃശാസ്ത്രജ്ഞന്മാർ, വായനാശീലമുള്ളവർക്ക് വായിക്കാൻ റഫർ ചെയ്യുന്ന പുസ്തകമാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീ. അത് വായിച്ചാൽ ആത്മഹത്യ ചെയ്യണമെന്ന് ഒരിക്കലും തോന്നൂല. ഒറ്റ സമവാക്യം ഓർത്ത് വെച്ചാൽ നമ്മുടെ വിഷയമല്ലെങ്കിലും സൂയിസൈഡിനെ പറ്റി പറഞ്ഞപ്പോൾ മനഃശാസ്ത്രം പഠിച്ച ആളെന്ന നിലയ്ക്ക് ഒരു വാക്യം മാത്രം പറയാം: സൂയിസൈഡ് ഈസ് എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ എ ടെമ്പററി പ്രോബ്ലം. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഒരാൾക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. സൂയിസൈഡ് ഈസ് എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ എ ടെമ്പററി പ്രോബ്ലം. പ്രോബ്ലം പിന്നെയും മാറും. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാവുമോ? ഇല്ല. ഇത് മാത്രം ചിന്തിച്ചാൽ മതി, മെൻ്റൽ ഹെൽത്ത് അവിടെ നിന്ന് വരാൻ തുടങ്ങും. പക്ഷേ ഏറ്റവും രസകരമായ സംഭവം, മനസ്സ് എന്ന പ്രതിഭാസത്തെ കണ്ടെത്തി തീർക്കാൻ ആർക്കും കഴിയില്ല. ലോകമെമ്പാടുമുള്ള ലക്ഷോപലക്ഷം മനോരോഗ വിദഗ്ധർ സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവരെ റിലീഫ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഈ പുസ്തകം എഴുതിയ ഓൾഡ് മാൻ ആൻഡ് സീ എന്നെഴുതിയ ഏണസ്റ്റ് ഹെമിംഗ്വേ അവസാനം റിവോൾവർ എടുത്ത് തന്നെത്താൻ വെടിവെച്ച് ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അതാണ് മനസ്സ്. പിടികിട്ടാത്തൊരു സാധനമാണിത്, ഈ മനസ്സെന്ന് പറയുന്ന സാധനം. അങ്ങനത്തെ നൊബേൽ ജേതാവായ ഏണസ്റ്റ് ഹെമിംഗ്വേ പറഞ്ഞ വാക്യം ഞാനൊന്ന് കടമെടുക്കുകയാണ്. എസ്രാ പൗണ്ട് സ്വാധീനിച്ചിട്ടില്ല എന്നൊരു കവി പറഞ്ഞാൽ -ഡിഗ്രി മഞ്ഞിൽ നിൽക്കുന്നവൻ തണുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഗുരുദേവൻ്റെ ദർശനം സ്വാധീനിച്ചിട്ടില്ല എന്നൊരു മലയാളി പറഞ്ഞാൽ അവൻ -ഡിഗ്രി എന്നിട്ട് തണുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു വന്നാൽ ഇവിടെ എങ്ങും നിർത്താൻ പറ്റത്തില്ല. ഏതു തരത്തിലായാലും ഗുരുദേവൻ്റെ സ്വാധീനത്തിൽ വിദ്യ കൊണ്ട് വിമോചിതരായ 4 മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായി ഈ സമുദായത്തിൽ നിന്ന്. അവർ വരുത്തിയ പരിഷ്കാരങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. സ്വാധീനിച്ചിട്ടില്ലേ? പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി സ്ഥാപിച്ച C. കേശവൻ
ഈ സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായ ആളാണ്. ആർ ശങ്കർ തുടങ്ങി പലതും. അതുകൊണ്ട് അത് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു മഹാപ്രതിഭയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് ഗുരുദേവനെന്ന് പറയുന്നതായിരിക്കും ശരി. അറിയും തോറും പഠിക്കും തോറും അകന്നു പോവുക. പക്ഷേ സമയച്ചുരുക്കത്തിൻ്റെ ഉള്ളിൽ ഒന്ന് അടച്ചൊതുക്കി പറഞ്ഞെങ്കിലേ സംഗതി ശരിയാകുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാരതീയ ദർശനം പഠിപ്പിച്ച മിതം ച സാരം ച വജോഹി വാഗ്മിത, മിതമായും സാരമായും വളരെ കുറച്ചേ പറയാവൂ. ഒരുപാട് പറഞ്ഞാൽ സമയം അധികരിക്കുമ്പോൾ ഇന്ന് ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്, പല തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. അപ്പോൾ ഒരുമിച്ച് കൂടിയപ്പോഴത്തേക്ക് അതിൻ്റെ സമയം നമുക്ക് വേസ്റ്റാക്കാനില്ല. പക്ഷെ ഉള്ള സമയത്ത് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് വേണം പോകാൻ. അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒതുക്കിയും സംസാരിക്കണം. ഒരുപാട് പരത്തി പറയുന്നതിന് ഗുരുദേവൻ മനോഹരമായി പരിഹസിച്ചൊരു സംഭവമുണ്ട്. ശിവഗിരി കുന്നുകളിൽ അവിടെ സമാധിയുടെ പിറകുവശത്ത് കുറേ കശുമാവിൻ്റെ തോട്ടമുണ്ട്. അവിടെ ഇങ്ങനെ ഗുരുദേവനും സന്യാസി ശിഷ്യന്മാരും കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കശുമാവ് പൂത്തൊലഞ്ഞു നിൽക്കുന്നു. കൂടെ നിന്നൊരു സന്യാസി ശിഷ്യൻ പറഞ്ഞു, ഗുരുദേവ, ഈ കശുമാവ് എല്ലാ വർഷവും ധാരാളം പൂക്കാറുണ്ട്, പക്ഷേ ഫലങ്ങൾ ഉണ്ടാകാറില്ല, കശുവണ്ടി പിടിക്കാറില്ല. ഉടനെ ഗുരുദേവൻ്റെ പെട്ടെന്നുള്ളൊരു കമൻ്റ് തൻ്റെ ശിഷ്യനായ ഒരു സന്യാസി, പേരെനിക്കറിയാം, ഞാൻ പറയുന്നില്ല, ആ സന്യാസിയുടെ പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോലെ അല്ലേ. അതിനകത്തുണ്ട് സർവ്വതും. ആ ശിഷ്യനല്ല, പിൽക്കാലത്ത് ലോകം എത്ര കാലം നിലനിൽക്കുമോ അന്ന് വരെയും പ്രഭാഷണം നടത്തുന്ന എല്ലാവർക്കുമുള്ള സന്ദേശം ഗുരുദേവൻ്റെ ആ ഒറ്റ ഡയലോഗിലുണ്ട്, വെറുതെ പൂത്താൽ പോരാ, കായ്കളുണ്ടാകണം. അതാണ് ഗുരുദേവൻ ഉദ്ദേശിച്ചത്, അല്ലേ? അതുകൊണ്ട് ആശയങ്ങളുടെ വിധാനത്തിൽ ചിന്തയുടെ ഗോപുരം തീർക്കലായിരിക്കണം ഒരു പ്രഭാഷകൻ്റെ ശരിയായ കർത്തവ്യം. അതിനകത്ത് മുള്ളുകളും മുഴക്കങ്ങളും ഉണ്ടാകണം. എഴുന്നേറ്റ് പോകുമ്പോൾ there must be scratching messages, ഉള്ളിൽ തട്ടുന്ന മാന്തിപ്പറിക്കുന്ന സന്ദേശം ഉണ്ടാകണം. വെറുതെ ഉപരിപ്ലവമായി ഗുരുദേവൻ പറഞ്ഞതുപോലെ കശുമാവ് പൂത്തതുപോലെ പൂത്താൽ പോരാ, കായ്കൾ ഉണ്ടാകണം. ആ കായ്കൾ പിന്നെ പ്രയോജനം ചെയ്യണം. പറഞ്ഞു തീർക്കാനോ കണ്ടു തീർക്കാനോ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് ഗുരുദേവൻ. ഇത് ഒറ്റയടിക്ക് SNDP-ക്കാരുടെ ഒരു യോഗമായതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല. ഞാനൊരിക്കലും ഗുരുദേവനെ പറ്റി പ്രഭാഷണം നടത്താൻ വേണ്ടി പഠിച്ചതുമല്ല. അന്വേഷിച്ച് കണ്ടെത്തി ഉൾക്കൊണ്ട് 16 വയസ്സ് മുതൽ നടത്തുന്ന ഒരു നിരന്തരമായ സബര്യയാണ് ഗുരുദേവ പഠനം. ഇപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ജന്മം മുഴുവൻ പഠിച്ചാലും ജന്മം മുഴുവൻ പ്രഭാഷണം നടത്തിയാലും അടിയൻ്റെ കർത്തവ്യവും നന്ദിയും തീരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാര്യം വേറെ ഉണ്ട്. 16 വയസ്സ് മുതൽ പഠിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. സന്ദർഭം കിട്ടിയാൽ പറയാം, ഇത്തിരി സെൻറ്റിമെൻ്റലാണ് ആ വിഷയം പറഞ്ഞു വന്ന എൻ്റെ കൺട്രോളും. അതുകൊണ്ട് ഞാൻ ആ വിഷയം അധികം എവിടെയും പറയാറില്ല. എങ്ങനെയാണിത് പഠിക്കാൻ തുടങ്ങിയെന്നൊരു സംഭവമുണ്ട്. സമയം കിട്ടിയാൽ പറയാം, ഇല്ലെങ്കിൽ ഞാനത് വിട്ടുകളയുന്നു. അന്നു മുതൽ പഠിക്കുകയാണ്. ആരാണ് ശ്രീനാരായണനെന്ന് പ്രീ ഡിഗ്രിയുടെ ഫസ്റ്റ് ഇയർ ഒരു ക്ലാസ്സിൽ വെച്ചെൻ്റെ ചോദ്യമായിരുന്നു. ആ ചോദ്യം ഇന്നും തുടരുകയാണ്. എത്ര പ്രായം വരെ ജീവിച്ചാലും പഠിച്ചാലും അവസാനിക്കില്ല. ബാഹ്യമായി നോക്കുമ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നാം, ശാന്തസമുദ്രം കാണുന്നത് പോലെ. നമ്മളിൽ പലരും വിദേശത്ത് പോയിട്ടുണ്ടാകും, ശാന്തസമുദ്രം കണ്ടു കാണും. അറബിക്കടൽ ഇളകിമറിയും, ബംഗാൾ ഉൾക്കടൽ ഇളകിമറിയും, ഇന്ത്യൻ മഹാസമുദ്രം ഇളകിമറിയും. ശാന്തസമുദ്രം ശാന്തമാണ്. നമുക്ക് തോന്നും ഇത് അറബിക്കടലിനേക്കാൾ ആഴം കുറവാന്ന് തോന്നും, അല്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നൂലിട്ടാൽ അടിയിലെത്താത്ത സാധനമാണ് ശാന്തസമുദ്രം. അതിന് വലിയ ഇളക്കമില്ല. പുറമേ കാണുമ്പോൾ ശാന്തമെന്ന് തോന്നാം, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എത്തും പിടിയും കിട്ടൂല. വിശ്വഗുരുവും അതുതന്നെയാണ്. ആർ പ്രസന്നൻ സാർ ഇപ്പം ഇവിടെ പറഞ്ഞ ഒരൊറ്റ സംഗതി പോരെ. ഗാന്ധിജിയെ ഗുരുദേവൻ സ്വാധീനിച്ചു എന്ന് മറ്റാരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ ഞാൻ കേൾക്കുന്ന പ്രസന്നൻ സാർ പറയുമ്പോഴാണ്. ഗാന്ധിജിയെ മാത്രമല്ല, ടാഗോറിനെ സ്വാധീനിച്ചില്ലേ? ടാഗോറിനെ സ്വാധീനിച്ചെന്ന് ടാഗോർ തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചത് ഇപ്പോഴും ശിവഗിരിയിലുണ്ട്. വിസിറ്റേഴ്സ് ഡയറി 1922 നവംബർ 15 ഡയറിയിൽ എഴുതിയത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കയ്യാൽ. അത് കണ്ടെടുക്കാൻ പോയി ഒത്തിരി സംഭവങ്ങളുണ്ട്. എവിടെയോ കൂമ്പാരത്തിൽ കിടന്ന് സ്വാമി ശാശ്വതാനന്ദയെ പോയി കണ്ടുപിടിച്ച് ഇങ്ങനൊന്നുണ്ടല്ലോ എന്ന് പറയും, തപ്പി തെരഞ്ഞ് പിടിച്ചതിനൊക്കെ ഒത്തിരി ഇപ്പം എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വർഷക്രമം അടുക്കി വെച്ചിട്ടുണ്ട്. അടിയൻ 2 മാസം എൻ്റെ പിറകെ നടന്നതാണ് ഇത് അടുക്കി വയ്ക്കാൻ.
ഇതൊന്ന് കണ്ടുപിടിക്കാൻ. ഇത് എവിടെയോ കിടക്കുമായിരുന്നു. പൊടികൾക്കിടയിൽ മാറാല പിടിച്ച് കിടന്ന് സ്വാമി ശാശ്വതീകാനന്ദയോട് ചോദിച്ച് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ച അനുവാദം തന്നു. വാരിക്കൂട്ടിയിട്ട് വിസിറ്റേഴ്സ് ഡയറി തെരഞ്ഞ് അന്നത്തെ ശാശ്വതീകാനന്ദ സ്വാമിയുടെ സന്യാസി ശിഷ്യന്മാരായ 6-7 പേരെ കൂടെ തന്നു തിരഞ്ഞ് കണ്ടുപിടിക്കാൻ. 922 ഡയറി കണ്ടുപിടിക്കാൻ. ആ ശിഷ്യന്മാരപ്പോൾ ഒക്കെ ഇപ്പോൾ വലിയ വലിയ സ്വാമിമാരാണ്. അവരെല്ലാം എന്നോട് വളരെ സ്നേഹം കാണിക്കാറുണ്ട്. കണ്ടെത്തിയത് ടാഗോർ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ അങ്ങോട്ട് തുറക്കുന്നില്ല. അധ്യായമൊക്കെ തുറന്നാൽ പിന്നെ ടാഗോറിൻ്റെ ലേഖനത്തിലേക്ക് എല്ലാം പോകും. തീർത്ഥാടനം അതിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് തീർത്ഥാടനത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അതാണ്, എല്ലാ കാര്യത്തിലും ഗുരുദേവൻ വ്യത്യസ്തനാണ്. അത്ഭുതാതരങ്ങളോടുകൂടി അല്ലാതെ കണ്ടു നിൽക്കാൻ പറ്റാത്ത വ്യത്യസ്തനായ ഒരു മഹായോഗി. എത്രമാത്രം ഗുരുദേവൻ ആത്മീയവാദിയായിരുന്നു, അത്രമാത്രം ഭൗതികവാദിയുമായിരുന്നു. അങ്ങനെ ഒരു ഋഷിയെ ഭാരതത്തിലുള്ളൂ, അതാണ് ശ്രീനാരായണ ഗുരുദേവൻ. മറ്റാർക്കും അങ്ങനെ. എല്ലാ സന്യാസിമാരും എല്ലാ ബ്രഹ്മർഷിമാർ തുടങ്ങിയുള്ള എല്ലാവരും തന്നെ ആത്മീയ ഉത്കർഷത്തിനായി അതിപ്രയത്നം ചെയ്തപ്പോൾ ആത്മീയ ഉത്കർഷം കൊണ്ട് മാത്രം പറ്റില്ല. മനോഹരമായൊരു വാക്കിൽ പ്രസന്നൻ സാറ് പറഞ്ഞത് എനിക്ക് മർമ്മത്ത് തന്നെ അത് കൊണ്ടിട്ടുണ്ട്. എന്തെന്നറിയാവോ? ഇവിടെ എല്ലാം ഉണ്ട്, ധ്യാനിച്ചങ്ങെടുത്താൽ മതി എന്നല്ല ഗുരുദേവൻ പറഞ്ഞത്. പുറം ലോകത്തേക്ക് നിന്റെ കണ്ണുകൾ തുറക്കാൻ പറഞ്ഞു നടരാജഗുരുവിനെ, ഡോക്ടർ പി നടരാജനെ ലോകത്തിന് നെറുകയിലേക്ക് പഠിക്കാൻ അയച്ചത് കൊണ്ടാണ് അമേരിക്കയിലെ 8 യൂണിവേഴ്സിറ്റി റഫറൻസ് ഗ്രന്ഥമായ അൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് നടരാജഗുരു എഴുതിയ ഗുരുദേവൻ്റെ ദർശനമാരുടെ വ്യാഖ്യാനമാണ്. സാറ് പറഞ്ഞതിൻ്റെ ഒരു പൂരണം ഞാൻ പറഞ്ഞതാ. ഉണ്ടോ? ഒതുങ്ങി നീക്കാൻ ഗുരുദേവൻ പഠിപ്പിച്ചില്ല. അതാണ്, എല്ലാ കാര്യത്തിലും വ്യത്യസ്തമാണ്, സവിശേഷമാണ്, അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. ഓരോന്നും വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. തീർത്ഥാടനവും അതുപോലെ ഒന്ന് തന്നെയാണ്. ലാഘവത്തോടെ കാണുമ്പോൾ ലളിതമെന്ന് തോന്നാം. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഗുരുദേവൻ്റെ 67 കൃതികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ 3 കൃതികൾക്ക് തർക്കമുണ്ട്. 64 കൃതികൾ ഗുരുദേവനും മറ്റു ശിഷ്യന്മാർ എഴുതിയ തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ 67 കൃതികളും ഗുരുദേവൻ്റെ തന്നെയാണ്. കാരണം ശിഷ്യന്മാർ എഴുതണമെങ്കിൽ പഠിപ്പിച്ചു കൊടുത്ത ആരാ? സൂര്യനുണ്ടെങ്കിലല്ലേ ചന്ദ്രന് പ്രകാശമുള്ളൂ. 67 കൃതികളും ഗുരുദേവൻ്റെ തന്നെയാണ്. അതിന് ഗുരുദേവ ശിഷ്യന്മാർ എഴുതിയാണോ ഇല്ലെന്ന് ഒരു തർക്കത്തിനും പോണ്ട. ആ കൃതികളിൽ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാം എഴുതിയത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. സ്വാമി ബോധാനന്ദയും സ്വാമി സത്യവ്രതനും എഴുതി. അവിടുത്തെ തൃക്കരം കൊണ്ട് 2 കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ. ഗുരുദേവനെ നേരിട്ട് കണ്ട് അനുഭവിച്ച 4 മഹാവ്യക്തിത്വങ്ങളെ എൻ്റെ 17-18 വയസ്സിൻ്റെ ആ സമയത്ത് എങ്ങനെയോ ഗുരുദേവൻ എൻ്റെ മുമ്പിൽ കൊണ്ട് നിട്ട് തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായി വിഷയം സംസാരിക്കുന്നത്. യാദൃച്ഛികതയാണ്, മുഴുവൻ നിയോഗങ്ങളാണ് യാദൃച്ഛികതയാണ്. 4 പേർ ഗുരുദേവനെ നേരിട്ട് കണ്ട, ഗുരുദേവനെ ശുശ്രൂഷിച്ച, ഗുരുദേവൻ്റെ ശിഷ്യനായ 4 പേരെ നേരിട്ട് കാണാനും അടുക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞു. അതിലാദ്യമായി അതിനുള്ള ഭാഗ്യം വന്നത് ഗീതാജ്ഞാന യജ്ഞം തിരുവനന്തപുരത്ത് സ്വാമി ചിന്മയാനന്ദജി ആദ്യമായി നടത്തി. പൂതമ്പള്ളി ബാലമേനോൻ ഹിമാലയത്തിലേക്ക് പോയത് സന്യാസിമാരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ്. അവസാനം തപോവന സ്വാമിയെ കണ്ടതും അങ്ങനെ ഹെറാൾഡ് പത്രത്തിൻ്റെ ലേഖകനായിരുന്ന MA ലിറ്ററേച്ചർ, MA ജേർണലിസം. അന്ന് BA പോലും വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ. പേരിൻ്റെ പുറകെ BA ഡിഗ്രി എഴുതി വെക്കാൻ, സുകുമാരപിള്ള BA എന്ന് എഴുതി വെക്കുവാൻ. MA MA കാരനായ പൂതമ്പള്ളി ബാലമേനോൻ ചാട്ടമ്പിയും അക്രമിയുമായിരുന്നു. പഴയ എറണാകുളം പോലീസ് സ്റ്റേഷനിലെ കേഡി ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. ടൈഗർ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. അതാണ് സ്വാമി ചിന്മയാനന്ദനായിട്ട് ഇറങ്ങി വന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗീതാജ്ഞാന യജ്ഞം തിരുവനന്തപുരത്ത് നടക്കുക. യാദൃച്ഛികമായ വഴിയിലൂടെ പോയപ്പോൾ ഇംഗ്ലീഷ് കേട്ടുകൊണ്ട് കേൾക്കാൻ കയറിയതാണ് കേട്ടോ. ഇംഗ്ലീഷ് എന്നാ ഇംഗ്ലീഷ്, കോണ്ടംപ്ലേഷൻ, റിട്ടാർഡേഷൻ, എഫൽഗൻറ്റ് ഓഫ് ഡിവൈൻ ഗ്ലോറി എന്ന് പറഞ്ഞു അടിച്ച് തകർക്കുന്ന ഇംഗ്ലീഷ് കേട്ടുകൊണ്ട് കയറി. അങ്ങനെ ഗീതാജ്ഞാന യജ്ഞം കേട്ടു. അവിടെ നിന്ന് സംസ്കൃതം പഠിക്കാൻ താല്പര്യം വന്നു. അവിടുന്ന് നേരെ റഫർ ചെയ്യുന്ന ശിഷ്യൻ സ്വാമി ചിന്മയാനന്ദജി സംസ്കൃതം പഠിക്കാൻ സാധുവായി എനിക്ക് റഫർ ചെയ്യുന്ന ഗുരുവാണ് ബാലരാമപണിക്കർ സാറ്. സംസ്കൃത ഭാഷയുടെ കേരളത്തിൻ്റെ അല്ല തെക്കേ ഇന്ത്യയുടെ അവസാനത്തെ വാക്കായിരുന്നു. വേണ്ട രീതിയിൽ മലയാളികൾ അറിയാതെ പോയ ബാലരാമപണിക്കർ സാറ്.
ചിന്മയാനന്ദജി പറഞ്ഞു വെച്ചാൽ 17 വയസ്സേ എനിക്കൊന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ എടുക്കാത്ത ഒത്തിരി ഉണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച സംസ്കൃതം പഠിക്കാൻ എനിക്ക് നിയോഗമായി കിട്ടിയ ബാലപണിക്കർ സാറേ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥാശ്രമിയായ ശിഷ്യനായിരുന്നു. 17 വയസ്സിലത് രണ്ടും. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതെല്ലാം. തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആർട്സ് ക്ലബ്ബ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. യൂണിയൻ ഇനാഗുറേഷന് അന്നൊരു മന്ത്രിയെ വിളിച്ചു. 3-ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്തൊരു പോഷനായ മന്ത്രിയെ അവർ പോയി വിളിച്ചു പാർട്ടി വെച്ച്. ഇപ്പം ഞാൻ പറഞ്ഞു ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ ഈ മന്ത്രിയെ വിളിച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് വിവരമില്ല. പിന്നെ ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ ഞാനൊരാളെ കൊണ്ടുവരാൻ ഉത്തരവാദിത്വം എനിക്ക് തന്നു. ഭാഗ്യം കൊണ്ട് ചെന്ന് വിളിച്ചത് നോവലിസ്റ്റ് കെ സുരേന്ദ്രൻ സാറിനെയാണ്. നിരവധി നോവലുകൾ സിനിമ കെ സുരേന്ദ്രൻ സാറിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ അവസാനിക്കില്ല അല്ലേ. അത്ര വലിയ ധിഷണാശാലിയ കെ സുരേന്ദ്രൻ സാറിനെയാണ് കൊണ്ടുവന്നത്. അപ്പം ശ്രീകാര്യത്തിൽ നിന്ന് കാറ് വിളിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന സമയത്ത് സുരേന്ദ്രൻ സാർ പറഞ്ഞു, കുമാരപുരം വരി വേണം നമുക്ക് പോകാൻ, ഒരാളെ കാണണം. കുമാരപുരത്തിൽ നിന്ന് ചോദിച്ചാൽ ആരെയാണ് കാണേണ്ടത്? അന്നേരം പറഞ്ഞു കുമാരനാശാൻ്റെ ഭാര്യയെ കാണണം. 972 നമ്മുടെ നാടൻ മലയാളത്തിൽ പറയാം അന്തം വിട്ട് കുന്തം പിടിച്ച് ഞാൻ ചോദിച്ചു, ആശാൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നു. ഇവിടെയാണ് അവരുടെ വീടിൻ്റെ പേരും ഭാനുമതി, അമ്മയുടെ പേരും ഭാനുമതി. നേരെ ചെന്നു, ഭാനുമതിയമ്മയെ കണ്ടപാടെ ദണ്ഡ നമസ്കാരം ചെയ്തു. കാരണം ആശാൻ്റെ ഭാര്യയല്ലേ. 72 തുടങ്ങി 76 ഫെബ്രുവരി 20 അമ്മ മരിക്കുന്നത് വരെയും ഏതാണ്ടൊരു അമ്മയും മകനുമായുള്ള ബന്ധമായിരുന്നു. അതിനപ്പുറം ആയിരുന്നു. ഗുരുദേവനെ നേരിട്ട് കണ്ടതാണവർ, ശുശ്രൂഷിച്ചതാണ്, വസ്ത്രം കഴുകി കൊടുത്തിട്ടുണ്ട്, പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അമ്മയെ കണ്ടാൽ എൻ്റെ ചോദ്യം മുഴുവൻ ഗുരുദേവനെ പറ്റിയാണ്. 1000 കഥകൾ പറഞ്ഞത് അന്ന് ടേപ്പ് റെക്കോർഡിൽ പിടിച്ച് പിന്നെ CD-യിൽ പകർത്തി. അതെൻ്റെ പോക്കറ്റിൽ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട് ഭാനുമതിയമ്മയുടെ ശബ്ദം. ഇപ്പോൾ അതൊന്നും എടുക്കാൻ നേരമില്ല, ചോദിക്കരുത്, കേൾപ്പിക്കൂല, അതിന് സമയമില്ല, എടുത്ത് അങ്ങനെ പോകും. അപ്പോൾ ഭാനുമതിയമ്മ ഗുരുദേവനെ നേരിട്ട് കണ്ടാളാണ്. 3-ാമത് ഭാർഗവം വൈദ്യൻ 13-ാമത്തെ വയസ്സിൽ കോലത്തുകര ക്ഷേത്രത്തിൽ ഗുരുദേവൻ കണ്ടെടുത്ത് കൊണ്ടുപോയി ശിവഗിരി കൊണ്ടുപോയി വളർത്തി. ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പലും ഡയറക്ടറും ഒക്കെ പെൻഷനായ ഭാർഗവം വൈദ്യനെ യാദൃച്ഛികമായ ഒരു സംഭവത്തിൽ 18-ാമത്തെ വയസ്സിൽ ഉള്ളൂർ വെച്ച് പരിചയപ്പെട്ടത്. കൊണ്ടുത്തന്നതാണ് ഇതൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 4-ാമത് ചന്ദ്രിക സോപ്പിൻ്റെ സ്ഥാപകനായ CR കേശവൻ വൈദ്യൻ, അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ മഹീപാൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലായിരുന്നു. മകനെ കാണാൻ അച്ഛൻ വന്നാൽ എൻ്റെ ചോദ്യം മുഴുവൻ ഗുരുദേവന്. ഇങ്ങനെ 4 പേർ ഗുരുദേവനെ നേരിൽ കണ്ടവരുമായി അടുത്തിടപഴകാനുള്ള മഹാഭാഗ്യം ലഭിച്ചപ്പോൾ അവർ പറഞ്ഞ പലതുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഗുരുദേവൻ കൈകൊണ്ടെഴുതിയത് 2 കാര്യങ്ങളേ ഉള്ളൂ. ബാലപണിക്കർ സാർ പഠിപ്പിച്ചെന്നത്. 1, അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് അതിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ച ആ വാക്യം അവിടുത്തെ തൃക്കരം കൊണ്ടെഴുതിയ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് ഗുരുദേവൻ കൈകൊണ്ടെഴുതിയ. 2-ാമത് ഗുരുദേവൻ കൈകൊണ്ടെഴുതിയാണ് R പ്രസന്നൻ സാർ പറഞ്ഞത്, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും. അത് ബാലപണിക്കർ സാർ നോക്കി നിൽക്കുമ്പോഴാണ് ഗുരുദേവൻ ഇത് എഴുതുന്നത്. തുണിയുടെ ബാഗിലുണ്ട് എനിക്കറിയത്തില്ല. കുമ്മായം വജ്രപ്പശയും നീലവും ചേർത്ത് കലക്കി ഒരു തുണിയിൽ തേങ്ങയുടെ തൊണ്ട് ചെത്തി ചതച്ച് അത് വെച്ചാണ് ഗുരുദേവൻ ഇത് എഴുതിയത്. ബാധിക്കാനും ജയിക്കാനും അല്ല. ഈ 67 കൃതികളിൽ ഈ 2 കാര്യങ്ങളിൽ ഗുരുദേവന്റെ മുഴുവൻ ദൗത്യങ്ങളും ചേർത്ത് വച്ചിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം. ദാസേട്ടൻ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ എത്ര വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, എത്ര പണി എഴുതിയിട്ടുണ്ട്. സഹോദരങ്ങളെക്കാൾ വലിയ റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. കേരളത്തിൽ വന്നാൽ വീട്ടിൽ വരാതെ പോകില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കാണാതെ പോകില്ല. വീട്ടിൽ വരുമ്പോൾ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും എല്ലാം കൂടും. ദാസേട്ടനോട് പാടാൻ പറഞ്ഞാൽ ദാസേട്ടൻ ആദ്യം പാടുന്ന ജാതിഭേദമായിരിക്കും അല്ലേ. വേറൊരു പാട്ട് പാടാനാണ് സിനിമയ്ക്ക്, വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്യാനാണ് ദാസേട്ടൻ പോയത്. അത് ആ പാട്ട് എന്താണെന്നും എനിക്കറിയാം. ഉദയഭാനുവിനെ കൊണ്ട് പിന്നെ അത് പാടിക്കേണ്ടി വന്നു. ആ പാട്ട് അയച്ചു കൊടുത്തു, ലില്ലൻ്റിൽ എഴുതി അയച്ചു കൊടുത്തു. ദാസേട്ടൻ ഇവിടെ തീവണ്ടി പോകുമ്പോഴേ അത് പഠിച്ചോണ്ടാണ് പാടിയത്. ശരിക്കും ദാസേട്ടൻ പാടാൻ എഴുതി കൊടുത്ത് അവർ ട്യൂൺ ചെയ്ത് വെച്ചിരുന്ന പാട്ട് വേറെയാണ്.
ആ പാട്ട് പൊതുജനങ്ങളോട് പറയാമോ എന്ന് ഞാൻ ദാസേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് എന്നെപ്പറ്റി എന്തും പറയാമെന്ന് അനുവാദവും തന്നിട്ടുണ്ട്. ദാസേട്ടൻ പാടാനിരുന്നത് ഒരു പ്രണയഗാനമാണ്. കണ്ടാൽ ഞാനൊരു കാരിരുമ്പ്, അടുത്തു വന്നാൽ ഞാനൊരു തേൻകരിമ്പ്. ഇത് പാടാനാ പോയത്, ഇത് പാട്ട് പാടാനാണ് പോയത്. അതും വളരെ അകന്തൊണ്ട കൊണ്ടൊക്കെ പാടണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർബന്ധമൊക്കെ. എം പി ശ്രീനിവാസനാണ് മ്യൂസിക് ഡയറക്ടർ. ഉള്ളിൽ വെച്ച് പാടണമെന്നൊക്കെ പറഞ്ഞ് ദാസേട്ടൻ അവിടെ തീവണ്ടിയിൽ നിന്ന് പാടി. അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് തീവണ്ടി, പഴയ തീവണ്ടിയല്ലേ, ഡൽഹിയിലെല്ലാം പണ്ട് നമ്മൾ വന്ന തീവണ്ടി ഓർമ്മയില്ലേ, കരിയും പുകയും തൂപ്പയും. അത് ചെന്നപ്പോഴത്തേക്ക് ടൈഫോയിഡ് വന്നു. ദാസേട്ടൻ റെക്കോർഡിങ്ങിൻ്റെ അന്ന് ടൈഫോയിഡ് വന്നു, പാടാൻ പറ്റിയില്ല. പക്ഷേ അവർക്ക് ഷൂട്ടിങ് തുടങ്ങണം. ഉദയഭാനു സാറിനെ കൊണ്ട് ആ പാട്ടങ്ങ് പാടിച്ചു, പടം ഷൂട്ടിങ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ദാസേട്ടൻ്റെ പനിയെല്ലാം മാറി സങ്കടപ്പെട്ട് എവിടെ വന്നിട്ട് സ്റ്റുഡിയോയിൽ വന്നിട്ട് സങ്കടപ്പെട്ടു, കരഞ്ഞു. സ്റ്റുഡിയോയിൽ നിന്ന് കരഞ്ഞു. ആ കരഞ്ഞ സ്റ്റുഡിയോ ഭരണി അത് പിന്നീട് ദാസേട്ടൻ വിലയ്ക്ക് വാങ്ങിച്ചു. അതിന് തരങ്കിണി എന്ന് പേരും ഇട്ടു. പോട്ടെ, അത് വേറെ കഥ. കരഞ്ഞിട്ട് പോകാൻ വണ്ടിക്കൂലി പോലും കടം മേടിച്ചുകൊണ്ട് വന്നതാ. കരയുന്ന സമയത്ത് അഭയദേവ് കണ്ടിട്ട് പറഞ്ഞു, അഗസ്റ്റിൻ ജോസഫിൻ്റെ മകൻ സ്റ്റുഡിയോയിൽ നിന്ന് കരഞ്ഞിച്ച് പോകുന്നത് എനിക്ക് വിഷമമാണ്. ഞാൻ എം പി ശ്രീനിവാസൻ സാറിനോട് ഒരിക്കൽ കൂടെ ചോദിച്ചു നോക്കട്ടെ. എം പി ശ്രീനിവാസൻ സാറിനോട് ഒരിക്കൽ കൂടെ ചോദിച്ചു, എന്തെങ്കിലും പാടാൻ, ഒരു വരിയെങ്കിലും പാടാൻ അവസരം. അങ്ങനെ പോയി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ഒരു 4 വരി കവിത പാടാമോ എന്ന് ചോദിച്ചു. ദാസേട്ടൻ പറഞ്ഞു, 1 വരി ആയാലും പാടാം, ഞാൻ അതിനാ വന്നത്. അങ്ങനെ 4 വരി കവിത ദാസേട്ടന് പാടാൻ കിട്ടി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ദാസേട്ടൻ പറയും, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതാ പാടാ. അപ്പം ഞാൻ പറയും, ടൈഫോയിഡ് ദാസേട്ടന് വന്നതല്ല, ദാസേട്ടന് പനി വന്നതല്ല, പണി തന്നതാണ്. ആരാ തന്നത്? ഗുരുദേവൻ. ആ പനി തന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ കണ്ടാൽ ഞാനൊരു കാരിരുമ്പും പാടി വെച്ച് അഗസ്റ്റിൻ ജോസഫിൻ്റെ മുന്നേ എറണാകുളത്ത് വന്നത് പിച്ച കണ്ടിയേ ഞാൻ പറഞ്ഞു. ഇതേ വാക്യമാണ് ഞാൻ പറയുന്നത്. ടൈഫോയിഡ് തന്നതാ ദാസേട്ടാ. ആ ടൈഫോയിഡ് വന്നതുകൊണ്ടാണ് ജാതിഭേദം ആദ്യമായി മലയാള സിനിമയ്ക്ക് പാടാൻ പറ്റിയത്. ആ വരികൾക്കുള്ളിൽ ഗുരുദേവൻ കെട്ടിവച്ചിരിക്കുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. ബാഹ്യമായി കേൾക്കുമ്പോൾ ഒന്നുമില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. വെരി ഈസി. 2 വാക്ക് അടർത്തിയെടുത്ത് ഇത്തിരി പറയാം. ജാതിഭേദം മാത്രം 2-2.5 മണിക്കൂർ ഞാൻ സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അത്. സംസ്കൃത ഭാഷയിൽ ഗുരുദേവനുണ്ടായിരുന്ന അപാരമായ വിൽപ്പത്തി, അതിൻ്റെ അളവ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ആ ഭാഷ കൊണ്ട് ഈ ജാതിഭേദമെന്നുള്ളതല്ല, എല്ലാ ഗുരുദേവന്റെ കാവ്യങ്ങളിലും സംസ്കൃത ഭാഷയുടെ ചില നിഗൂഹനം ചെയ്ത ബന്ധനങ്ങൾ ഉണ്ട്. ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർക്ക് അത് കണ്ടുപിടിക്കാൻ കുറച്ചെങ്കിലും കഴിയും. അതിൽ 2 ചെറിയ കാര്യങ്ങൾ പറയാം. ചെറുതല്ല, വളരെ വലുതാണ്. ജാതിഭേദം എന്തുകൊണ്ട് തുടങ്ങി? മതദ്വേഷം രണ്ടാമത് പറഞ്ഞത് എന്ത്? ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒറ്റ പ്രയോഗം, സോദരത്വേന വാഴുന്ന. ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? സോദരത്വേന വാഴുന്ന. ഇവിടെ സംസാരിക്കാൻ എനിക്ക് വലിയ സന്തോഷം എന്നറിയാം. ഇവിടെ എന്നല്ല, കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വിദേശം. കഴിഞ്ഞ വർഷം കുവൈറ്റിലായിരുന്നു ഇതുപോലെ പ്രതീകാത്മകമായ തീർത്ഥാടനം. അവരെന്ത് ചെയ്യിച്ചു, ഡിസംബർ 30-ാം തീയതി എങ്ങാണ്ട് ആദ്യം വെച്ചു. ഞാൻ പോകാനെല്ലാം തയ്യാറായി. എനിക്ക് ശിവഗിരിയിൽ പ്രസംഗിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. എല്ലാം തയ്യാറായിരുന്നപ്പോഴാണ് കുവൈറ്റ് അമീർ അങ്ങ് മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് ശിവഗിരി പ്രസംഗിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് കുവൈറ്റിലെ അമീർ കുവൈറ്റ് സാരഥി കുവൈറ്റ് സാരഥി അടുത്ത ഒരു ഡേറ്റ് എടുത്തു. ആ ഡേറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് സുനിൽജി എന്നെ വിളിക്കുന്നത് ഇവിടെ വരാൻ. ഇപ്പം എൻ്റെ നിയോഗം കുവൈറ്റിൽ പോകാനാണ്. അവിടെ പോയി, അവിടെയും തീർത്ഥാടനം, പ്രതീകാത്മക തീർത്ഥാടനം. ഇപ്പോൾ ഈ കൊല്ലം വരാനാണ് നിയോഗം, വന്നേ പറ്റൂ. അപ്പോൾ എത്തും. അതാണ്, വിദേശങ്ങളിൽ പോയാൽ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള ഭോപ്പാലിലായാലും ശരി, പൂനെയിലായാലും ശരി, ഇതുപോലെ ഗുരുദേവ പ്രഭാഷണം. എൻ്റെ സന്ദേശം എന്താണെന്നറിയാമോ? കേരളം മുഴുവൻ ഇവിടെ ഉണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള വിവിധ ജില്ലകളിലെ ജനങ്ങൾ ഒന്നിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണിത്. എന്താണ്? അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാൻ സന്തോഷമാണ്.
ഇവിടെ ജാതിഭേദ സോദരത്വേന വാഴുന്ന എന്ന വരിയുടെ ആശയം എന്തെന്ന് ചോദിച്ചാൽ, തെറ്റിപ്പോകുമെന്ന് ഭയന്നാ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. മലയാളികൾ എവിടെയുണ്ടോ അവരോടെല്ലാം ചോദിച്ച് അവർ ഒറ്റ മറുപടി പറയൂ, സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന എന്നേ എല്ലാവരും പറയൂ. ആശയം ശരിയാ, ആശയം ശരിയാ. സംസ്കൃത ഭാഷയുടെ പാരംഗതനായ വിശ്വഗുരുവിൻ്റെ വരികളിൽ സംസ്കൃത ഭാഷയുടെ നിഗൂഹനം ചെയ്തൊരു നിബന്ധനം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടൂല, ഇത്തിരി ചിന്തിച്ചാൽ മനസ്സിലാകും. സോദരത്വേന എന്ന വാക്കിനെ സംസ്കൃത വ്യാകരണം അനുസരിച്ച് ഒന്ന് വ്യവച്ഛേദിക്കണം. തൂഹു ഏന എഴുതുമ്പോൾ ചേർത്തെഴുതുമ്പോൾ ത്വേന, തൂഹു ഏന ചേർത്തെഴുതുമ്പോൾ ത്വേന. തുഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഭഗവത്ഗീതയിലേക്ക് പോകണം. ഭഗവാൻ അർജുനനോട് പറയുന്നു, സന്യാസസ്തുഹു, സന്യാസസ്തു മഹാഭാഗോ ദുഃഖമാപ്തും അയോഗത യോഗമുക്തോ മുനിർബ്രഹ്മ നചിരേണ അധിഗച്ഛതി. അതിനകത്ത് സന്യാസസ്തുഹു, സന്യാസമാകുന്നത്. തുഹു എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ആകുന്നത്. സോദരാ തുഹു, സഹോദരങ്ങളാകുന്നതായി തീരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാകരണമൊന്നും പറയാവുന്ന സമയമല്ല, ഉച്ചഭക്ഷണത്തിൻ്റെ സമയം അടുത്തു വരുന്നു. അതുകൊണ്ട് വ്യാകരണം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആശയം ഇങ്ങനെയാണ്, സഹോദരങ്ങളെ പോലെ അല്ല. തുഹു ഏന എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളായി തന്നെ നിങ്ങൾ ഇവിടെ വരണം. വ്യത്യാസം മനസ്സിലായോ? പോലെ ആകുന്നതും ആയിത്തീരും തമ്മിൽ വ്യത്യാസമില്ലേ? വ്യത്യാസമില്ലേ? മമ്മൂട്ടിക്ക് ഒരു സർജനെ പോലെ അഭിനയിക്കാം. സർജൻ ആവാൻ പറ്റുമോ? ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളെ കൊണ്ട് പറ്റുമോ? പോലെ ആകാം. മോഹൻലാലിനെ IPS ഓഫീസറെ പോലെ അഭിനയിക്കാം. IPS കാരനാകാൻ പറ്റുമോ? ഇല്ല. ദിലീപിന് കൂനനെ പോലെ കുഞ്ഞിക്കൂനൻ, കൂനനെ പോലെ ആകാം അല്ലേ? അയാൾക്ക് കൂനുണ്ടോ? സ്വഭാവത്തിൽ ചില കൂനൊക്കെ വന്നിട്ടുണ്ട്, ശരീരത്തിൽ വലിയ കൂനൊന്നുമില്ല. ഉണ്ടോ? അയാൾക്ക് യഥാർത്ഥത്തിൽ കൂനുണ്ടോ? പക്ഷെ കുഞ്ഞിക്കൂനം കണ്ടാൽ തോന്നുന്നു അയാൾ ശരിക്കും കൂനാന്ന്. പോലെ ആകാൻ ആർക്കും എളുപ്പമാണ്. മലയാളത്തിൽ നമുക്ക് ഉപമയുടെ ലക്ഷണം പഠിപ്പിച്ചു. ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് മന്നവേന്ദ്ര വിളങ്ങുന്നു. ചന്ദ്രനെ പോലെ നിൻമുഖം. ചന്ദ്രന്റെ രൂപത്തിലാവോ? പോലെ ആകത്തുള്ളൂ. അത് ഉപമയാണ്. സഹോദരങ്ങളെ പോലെ എന്നാൽ ഉപമയാണ്. ഗുരുദേവൻ പറഞ്ഞ സഹോദരങ്ങളെ പോലെ വരാനല്ല, സഹോദരങ്ങളായി തന്നെ ജീവിച്ചാൽ പോരാ. പിന്നെന്ത് വേണം? സോദരത്വേന വാഴുന്ന. വാഴുക എന്ന് പറഞ്ഞാൽ അതൊരാചാരമാണ്. രാജവാഴ്ച എന്ന് പറയുന്നത് അതൊരാചാരമാണ്. വാഴുക എന്നത് ആചാരമാണെങ്കിൽ ആചാരത്തെ തകർക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നു. സുപ്രീം കോടതി വിധിച്ചപ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ശബരിമലയിൽ കയറണമായിരുന്നു. ആചാരം തകർക്കാൻ പറ്റുമോ? വി ക്യാൻ സ്മാഷ് ആൻ ആറ്റം ബട്ട് വി കാൻറ്റ് സ്മാഷ് പ്രജുഡിസ്. ആറ്റം തകർക്കാം, ആചാരത്തെ തകർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സഹോദരങ്ങളായി തന്നെ ജീവിക്കുന്നത് ആചാരമാക്കണം. എന്തൊരു വലിയ ആശയമാ! നിങ്ങൾ സഹോദരങ്ങളായിട്ടങ്ങ് ജീവിക്കണമെന്നല്ല, ആചാരമാക്കണം. സോദരത്തേനെ വാഴണം. ആ വാഴ്ചയുടെ പ്രാധാന്യമാണ് ഉപനിഷത്ത് സമാനമായ 18 അധ്യായങ്ങളുള്ള ചാന്തോക്യ ഉപനിഷത്തിന്റെ സാരമാണ് ദൈവദശകം. അതിൻ്റെ അടിയിൽ ഗുരുദേവൻ ചേർത്തിരിക്കുന്ന ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഉണ്ടോ? സോദരത്വേന വാഴുന്ന. കേൾക്കുമ്പോൾ ലഘുവായി തോന്നി സഹോദരങ്ങളെ പോലെ ജീവിക്കണം. അല്ല, സഹോദരങ്ങളായി തന്നെ നിങ്ങൾ ആചാരമാക്കിയെടുക്കണം. തീർന്നില്ല. ആ വരിയുടെ അവസാനത്തെ വാക്കൂടെ പറഞ്ഞ് നമുക്കത് ടേൺ ഓവർ ചെയ്തിട്ട് തീർത്ഥാടനത്തിലേക്കും പോകാം. അവസാനം കൊണ്ടെഴുതി മാതൃക സ്ഥാനമാമിത്. അതെന്തിനാ അങ്ങനെ എഴുതിയത്? അതൊരു വെള്ളമുണ്ട് ഇരുന്നാട്ടെ. സ്ഥാനമാമിത് ഉണ്ടോ? ശരിക്കും അതൊരു ക്ഷേത്രമല്ലേ? അല്ലേ? അരിപ്പുറത്തൊരു ക്ഷേത്രമല്ലേ? പ്രതിഷ്ഠയല്ലേ? ശിവലിംഗമല്ലേ?
രുദ്രപൂജ നടക്കുന്നില്ലേ? ഭസ്മാഭിഷേകം നടക്കുന്നില്ലേ? ശുഭഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നില്ലേ? ക്ഷേത്രമല്ലേ? അപ്പോൾ ഗുരുദേവൻ എഴുതേണ്ടിരുന്ന മാതൃകാ ക്ഷേത്രമാണിത് എന്നല്ലേ? ജാതിഭേദം മതദ്വേഷം ഇതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ ക്ഷേത്രമാണിത് എന്നെഴുതിയാൽ ആരെങ്കിലും ഗുരുദേവനോട് തർക്കിക്കാൻ ചെല്ലുമോ? ചെന്നാൽ വിവരം അറിയും. അവൻ്റെ ജന്മത്തെ തീരാത്ത രീതിയിൽ തിരിച്ചു കിട്ടിക്കൊണ്ട് പോരും. അതുകൊണ്ട് അവിടെ ആരും ചെന്ന് ചോദ്യം ചെയ്യാനും പറ്റത്തില്ല, തർക്കിക്കാനും പറ്റത്തില്ല. ചിരിച്ചോട് മറുപടി പറയും. ആ മറുപടി എന്ന് പറയുന്നത് അയ്യോ കഴുത്തറക്കുന്ന മറുപടി ആയിരിക്കും. നിങ്ങൾക്കെന്താ പ്രതിഷ്ഠിക്കാൻ അവകാശം എന്ന് ചോദിച്ചവൻ ചിരിച്ചോണ്ടാണ് ഗുരുദേവൻ പറയുന്നത്, നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്. ഇനി അതിനപ്പുറം ഒരു തല്ല് കൊടുക്കാനുണ്ടോ എന്ന് പറയാൻ ശിവൻ നിങ്ങളുടേതായിട്ട് വെക്കാനുള്ളതല്ല, ലോകത്തിന് മുഴുവൻ ആരാധ്യം. എത്ര അർത്ഥം അതിന് ജന്മം മുഴുവൻ പറഞ്ഞാൽ തീരുമോ ഈ പ്രയോഗത്തിന്? അതുകൊണ്ട് ഗുരുദേവൻ എഴുതി മാതൃകാ ക്ഷേത്രമാണിത് എന്ന് എഴുതിയില്ല, മാതൃകാ സ്ഥാനമാണിത്. ക്ഷേത്രവും സ്ഥാനവും തമ്മിൽ വളരെ 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 വ്യത്യാസമുണ്ട്. അത് ക്ഷേത്രമാണെന്ന് ഗുരുദേവൻ എഴുതി വെച്ചു. ഏതെങ്കിലും ഒരു മതമൗലികവാദികൾ പിൽക്കാലത്ത് ക്ഷേത്രത്തിന്റെ ഭരണ സാന്നിധ്യത്തിൽ വന്നു. അവർ ബോർഡ് വയ്ക്കുന്നു, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അങ്ങനെ വന്നാൽ എന്തു ചെയ്യും? അതൊക്കെ ആചാരമാണ്, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. യേശുദാസിനെ ഗുരുവായൂർ കയറ്റി അടങ്ങുമെന്നും പറഞ്ഞ് പണ്ടൊരു ദേവസ്വം മന്ത്രി വാദിച്ചില്ലേ? ദാസേട്ടൻ്റെ മനസ്സെനിക്ക് നല്ലതുപോലെ അറിയാം. പ്രഭച്ചേച്ചിക്കൂടെ പറയാത്തത് പോലും പലത് ദാസേട്ടൻ എന്നോട് പറയും. ഞങ്ങൾ അത്ര റിലേഷനാണ്. ദാസേട്ടൻ മനസ്സുകൊണ്ട് ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ കടക്കാൻ ആഗ്രഹിച്ചിട്ടേയില്ല, ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ചെല്ലി ചോദിക്കുന്ന ദാസേട്ടനോട്, ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപകുമാരനെ കാണുമെന്ന് പാടിയിട്ടുണ്ടല്ലോ. ദാസേട്ടൻ മറുപടി പറയും, വയറാർ എഴുതി, ദേവരാജൻ ട്യൂൺ ചെയ്തു, എനിക്ക് ചക്രം കിട്ടി, ഞാൻ പാടി. വേറെ ഒരു കാര്യം ഈ വാക്കാശനം ചക്രമൊന്നുമില്ല, എനിക്ക് ചക്രം കിട്ടി, ഞാൻ പാടി, അല്ലാതെ ഒരു കാര്യമില്ല. കാരണം ആചാരത്തെ ഉല്ലംഘിക്കാൻ ആ മനുഷ്യൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അത് വളരെ ഡീപ്പായിട്ട് എനിക്കറിയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ രാജാവും അനുവാദം കൊടുത്തു, ഭരണസമിതി അനുവാദം കൊടുത്തു, ഗവൺമെന്റ് അനുവാദം കൊടുത്തു. പത്രങ്ങളും മാധ്യമങ്ങളും യേശുദാസ് ഇത്രാം തീയതി പ്രഭാതത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നു. വാർത്തകൾ അങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്നു. ദാസേടൻ തലേന്നേ തിരുവനന്തപുരത്ത് വന്നു, ഞാനും പോയി തരങ്കണിയിൽ ചെന്ന് താമസിച്ചു. വൈകുന്നേരം പഴവങ്ങാടി ഗണപതിക്ക് പോയി തേങ്ങ അടിച്ചു. നാളെ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാൻ പോവുക. ഞാനും പാല് പോലെ കൂടെ കയറാൻ അനുവാദം മേടിച്ചു വെച്ചിട്ടുണ്ട്. അന്നേരമാണ് ഒരു 15 പേര് തിരുവനന്തപുരം സിറ്റിയിൽ കൂടി ഒരു പ്രകടനം നടത്തി. 15 പേര് യേശുദാസിനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. 15 പേരേ ഉള്ളൂ, 16 പേരില്ല. ഞങ്ങൾ എണ്ണി 15 പേരേ ഉള്ളൂ. ഉടൻ ദാസേട്ടൻ ഇവരും ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, എടാ, വലിയ സ്നേഹം വരുമ്പോൾ എന്നെ എടാന്ന് വിളിക്കും, അല്ലെ ഡോക്ടറെ എന്ന് വിളിക്കും, മൗലവി എന്ന് വിളിക്കും, ഉസ്താദെ എന്ന് വിളിക്കും, പല പല രസകരമായ പേരുകളും വിളിക്കും. എല്ലാം നിങ്ങളോട് പറയാൻ ഒക്കത്തില്ല. ഇത് കൂടുതൽ ഇൻറ്റിമേസ് വരുമ്പോൾ എടാന്ന് വിളിക്കും. എടാ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാനും നീ നാളെ പോകുന്നില്ല. ദാസേട്ടനങ്ങ് പിന്മാറി. എന്താ കാര്യം? 15 പേർക്ക് എതിരുണ്ട്. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 15 പേര് എതിർത്താൽ ആചാരം ലംഘിച്ച് മനോവേദന ഉണ്ടാക്കാൻ പോകാത്ത മനുഷ്യന്റെ പേരാണ് ഡോക്ടർ KJ യേശുദാസ്. അതുകൊണ്ട് അദ്ദേഹം ആചാരം ലംഘിക്കാൻ ഒരിക്കലും പോകത്തില്ല. ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പക്ഷേ കണ്ണൻ്റെ വലിയ ഡിവോട്ടിയാണ്. രാവിലെ ഇരുന്ന് സാധകം ചെയ്യുമ്പോൾ ആദ്യം കണ്ണൻ്റെ വിഗ്രഹം എടുത്ത് മുമ്പിൽ വെച്ചാണ് സരിഗമ പതിനി സരളി വരിശ മുതൽ 72 മേളകർത്ത രാഗത്തിൽ ഈ 2 വരികളിലും പാടി എഴുന്നേക്കും. അത് ആ സ്വരത്തിൻ്റെ രഹസ്യം. കേടാകാതെ നിൽക്കുന്ന അതാണ്. 85 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും സ്വരത്തിനൊരു കുഴപ്പമില്ല. ഗംഗയെന്ന് വിളിച്ചാൽ ഗംഗ അങ്ങ് ചെല്ലും. അതാണ്, അത് സാധകം കൊണ്ടാണ്. ആചാരങ്ങൾ നിരോധിക്കാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പഴയ ഒരു ദേവസ്വം മന്ത്രി പറഞ്ഞു, യേശുദാസിനെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റി അടങ്ങത്തുള്ളത്. അയാൾക്ക് ദേവസ്വം എന്താണെന്നോ അമ്പലം എന്താണെന്നോ യാതൊരു വിവരവുമില്ല. അയാൾ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഹരിപ്പാൽ ഒരു ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞു. ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് ഇയാളെ ഉദ്ഘാടനത്തിന് വിളിച്ചു. അപ്പോൾ ശാന്തിക്കാരകത്ത് കയറി പൂജയെല്ലാം കഴിഞ്ഞിട്ട് പ്രസാദം കൊടുക്കാൻ ഇറങ്ങി വന്നു. ആദ്യം ഉദകം കൊടുക്കണം, ദാനോദകം. ആദ്യം വെള്ളം കൊടുക്കണം, പിന്നെ പ്രസാദം കൊടുക്കണം. വാൽക്കിണ്ടിയിൽ വെള്ളവുമായി ശാന്തിക്കാരൻ പുറത്തു വന്നു. അപ്പോൾ അടുത്ത് നിന്ന് എല്ലാവരും ഇങ്ങനെ കൈ നീട്ടുന്നു. മന്ത്രിയും കൈ നീട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതെന്ത് ചെയ്യണമെന്ന് അയാൾക്ക് അറിയത്തില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ PA വെള്ളം കുടിക്കുന്നു, മന്ത്രിയും കുടിച്ചു. അടുത്ത ശാന്തിക്കാരൻ പ്രസാദം ഇലയിൽ പൊതിഞ്ഞ് തെറ്റിപ്പൂവും ചന്ദനവും
ഭസ്മവും എല്ലാം കൂടെ ഇലയിൽ പൊതിഞ്ഞ് മന്ത്രിയുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. മന്ത്രി വിചാരിച്ചു വെള്ളം തന്നത് കുടിക്കാനാ, ഇത് തിന്നാനായിരിക്കും. ചുരുട്ടി വായിക്കാത്തിട്ട് ചവച്ചു. ദേവസ്വം എന്തുവാണെന്നറിയാൻ വയ്യാത്ത ഇയാളാണ് ദാസേട്ടനെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാൻ പോകുന്നത്. ദാസേട്ടൻ ആഗ്രഹിച്ചില്ല, ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് നമുക്കൊരാചാരത്തെ തകർക്കാൻ പ്രയാസമാണ്. എന്നാൽ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ക്ഷേത്രത്തിൽ ആരെങ്കിലും ഒരാൾ വന്ന് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയാൽ ദാസേട്ടനും ഞാനും കൂടെ സുപ്രീം കോടതി കേസ് കൊടുക്കും. കാരണം ഗുരുദേവൻ സ്ഥാപിച്ചത് ക്ഷേത്രമല്ല, പിന്നെയോ സ്ഥാനമാണ്. സ്ഥാനമാണ്, ക്ഷേത്രമല്ല. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ വിശ്വമാനവികതയ്ക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സ്ഥാനമാണ് സ്ഥാപിച്ചത്, ക്ഷേത്രമല്ല. അവിടെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ നടക്കട്ടെ, നമ്മളതിനെ എതിർക്കുന്നില്ല. ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ആചാരങ്ങൾ നടത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അല്ലേ? ഷർട്ടിടാതെ പോകണം എന്നുള്ള നിബന്ധനയ്ക്കെതിരെ ഗുരുദേവൻ ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. അവിടെ വിവാദത്തിൻ്റെ ഒരു കാര്യവും ഇല്ല. പ്രസന്നൻ സാറ് പറഞ്ഞതുപോലെ സൗമനസ്യത്തോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാത്. പൊട്ടനെ അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് ഈ നാശങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ അരിപ്പുറം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇവിടെ രാഷ്ട്രീയവും ഇലക്ഷനും ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ നാശത്തിൽ പോയനെ. കൊടുങ്കാറ്റിന്റെ പ്രചണ്ഡതയോടെ ഗുരുദേവൻ ചെയ്തു. കൊടുങ്കാറ്റിന്റെ പ്രചണ്ഡത ഒപ്പം നിതാന്ത സംയമനം. ഇതാ മഹാപ്രഭുവിനല്ലാതെ ലോകത്താരെ കൊണ്ടും പറ്റൂല. ഒരു തല ഉരുണ്ടില്ല, ഒരു തുള്ളി ചോര ചിന്തിയില്ല, ഒരു തമ്മിലടി ഉണ്ടായില്ല, ഒരു 157 പ്രഖ്യാപിച്ചില്ല, ആരും ഏറ്റുമുട്ടിയില്ല. പരമ്പരാഗതമായ ആചാരത്തെ എത്ര ലാഘവത്തോടെ ഗുരുദേവൻ തകർത്ത് കളഞ്ഞു. കണ്ടോ, മാതൃകാസ്ഥാനമാമിത്. കണ്ടോ, ആ ശ്ലോകത്തിലെ 2 വാക്കേ ഞാൻ എടുത്തുള്ളൂ, പറഞ്ഞുള്ളൂ, സമയം ഇത്രയും പോയി. ഇനി അതിലെ ഓരോന്നിലുമുണ്ട് ഇതുപോലെ സംസ്കൃത ഭാഷയുടെ യുക്തിയുടെയും ഒരുപാട് നിബന്ധനകളും ബന്ധനങ്ങളും എല്ലാം. അതുകൊണ്ട് തീർത്ഥാടനവും അതുപോലെയാണ്. അതിൻ്റെ നിഗൂഢതകൾ ചിന്തിച്ചാലൊടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. സംഭവം നമുക്കെല്ലാം അറിയാം. തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ എവിടെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ശബരിമലയിൽ നമ്മൾ പോകുന്നു, പളനിയിൽ പോകുന്നു, വൈക്കത്ത് പോകുന്നു. അതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു ആത്മീയാചാര്യനോ ഒരു മഹാരഥനോ അങ്ങനെ ആരെങ്കിലും നേരത്തെ വന്നിരിക്കാം. അവരവിടെ സമാധിയായിരിക്കാം, അല്ലെങ്കിൽ അവരെ പാദസ്പർശം ഉണ്ടായിരിക്കാം. അവരെ കാലശേഷം പിൽക്കാലത്തെ അനുചരന്മാരോ ഭക്തന്മാരോ ആണ് തീർത്ഥാടനം സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിയതമായ ഒരു വരിക്കുള്ളിലൂടെ അല്ല, നിയാമകമായ ഒരു പഥം അതിനില്ലാത്തത് കൊണ്ട് ആചാരങ്ങൾ വരാം, അത്യാചാരങ്ങൾ വരാം, അനാചാരങ്ങൾ വരാം എല്ലാ തീർത്ഥാടനത്തിലും. ശിവഗിരി തീർത്ഥാടനം അങ്ങനെയല്ല. ശബരിമലയിലേക്ക് നമ്മൾ പോകുന്നു. ശബരി എന്ന സന്യാസിനി അവിടെ ഉണ്ടായിരുന്നു, ശ്രീരാമേന്ദ്രൻ കണ്ടു. അതുകൊണ്ട് ഈ ശബരിമല എന്നറിയപ്പെടും. അതിനെ തീർത്ഥാടനം ആരംഭിച്ചു. പിൽക്കാലത്ത് അയ്യപ്പനുമല്ല ശബരിയുമല്ല, പിൽക്കാലത്ത് ഭക്തന്മാർ തീർത്ഥാടനം തുടങ്ങി. പളനിയിലും അതുപോലാണ്. അവിടെ ഭോഗർ എന്ന് പറയുന്ന മഹർഷി ഭോഗർ എന്ന് പറയുന്ന ഒരു സന്യാസി ജീവിച്ചിരുന്ന പളനിയിൽ. അദ്ദേഹത്തിൻ്റെ സമാധി അവിടെയുണ്ട്. പിൽക്കാലത്ത് ഭക്തന്മാരാണ് പളനി തീർത്ഥാടനം തുടങ്ങിയത്. അവിടുന്ന് പ്രതീക്ഷിച്ചതാണ് ഈ വേൽമുരുകനെയൊക്കെ. ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. വൈക്കത്തും അതുപോലാണ്. വ്യാഘ്രപാദർ എന്നൊരു സന്യാസി ധ്യാനം ചെയ്തൊരു സ്ഥലമാണ് വൈക്കം. ആ വൈക്കത്തെ സംബന്ധിച്ച് മനോഹരമായ ഒരു പ്രാർത്ഥനാഗാനമുണ്ട്. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തീ നിന്നെ കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭു. ഈ പ്രാർത്ഥനാഗാനം എഴുതിയതാരെന്നറിയാം? ഈ പ്രാർത്ഥനാഗാനം എഴുതിയതാരെ? സാംബശിവൻ കഥാപ്രസംഗത്തിൽ പറയുന്ന പോലെ വലയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്, അല്ലേ? അല്ലേ? അതാണ് ഈ പ്രാർത്ഥനാഗാനം എഴുതിയത്. മറ്റാരുമല്ല, ക്ലൂ തരാം. ഈ ക്ലൂ തന്ന് പഠിച്ചുപോയി. ഏഷ്യാനെറ്റിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച് നിങ്ങൾക്കുമാകാം കോടീശ്വരനില്ലേ. ഇപ്പോൾ സീസൺ അവസാനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പറയാം. ഇതിനുമുമ്പ് ഞങ്ങൾ പുറത്തു പറയാൻ പാടില്ല. അതിന് ചോദ്യമുണ്ടാക്കുന്നൊരു പാനലുണ്ടായിരുന്നു. അതിലൊരു കാലം ഞാനായിരുന്നു. അങ്ങനെ കോടീശ്വരനിലെ ചോദ്യങ്ങളിൽ പലതും
എൻ്റെ ചോദ്യങ്ങളാണ്. ഏത് ചോദ്യമാണ് വരുന്നത് ഞങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റത്തില്ല, ഞങ്ങൾ എഴുതി കൊടുക്കും. സ്ക്രീനിൽ വരുമ്പോൾ അറിയാം ഇത് നമ്മൾ കൊടുത്ത ചോദ്യമാണ്. അതുകൊണ്ട് ഫോണേ ഫ്രണ്ടിൽ പലരും എൻ്റെ നമ്പർ കൊടുക്കുമായിരുന്നു, എടുക്കത്തില്ലായിരുന്നു. കാരണം ഇത് എഴുതി കൊടുക്കും ഞാനായതുകൊണ്ട്. സുരേഷ് ഗോപി ആദ്യം പറയാം ഞങ്ങൾ അമ്മി പിണക്കം, അതുകൊണ്ട് എടുക്കത്തില്ല. പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ല, ഞാൻ ഗുരുതുല്യം ബഹുമാനിക്കുന്ന ആളാണ്, അദ്ദേഹം ഈ പാനലിലുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചോദ്യം ഉത്തരം അങ്ങനെ പഠിച്ചു പോയതാ. അതിന് ക്ലൂ തരാം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. ഇത് എഴുതി ആരെന്നറിയാമോ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ. അച്യുതാനന്ദൻ്റെ കാര്യം ഗോവിന്ദയാകുമെന്ന് അന്നേ പറഞ്ഞിരുന്നു. അച്യുതാനന്ദ ഗോവിന്ദ അതെഴുതിയ ആളതിനാണ്. കുടിയല്ല ജനിക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നമ്പൃത. ഇതെഴുതിയ ആൾ തന്നെ. ഇതാരാ? പൂന്താനം. അയ്യോ, എൻ്റെ ഒരു വീഡിയോയിലെ വൈറൽ ക്ലിപ്പിംഗ് തന്നെ ഇല്ലേ, പൂന്താനം ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അച്ഛനെ വിളിച്ചൊരു കഥയൊക്കെ നിങ്ങളൊക്കെ കേട്ട് കാണും. അതാണ് പൂന്താനം എഴുതാണ് ഇത് അല്ലേ. നരനായിങ്ങ പൂന്താനം എഴുതാണ്. അടുത്ത സമയത്ത് യൂട്യൂബിലെങ്ങാണ്ട് പ്രസിദ്ധനായെന്ന് പറയപ്പെടുന്ന ഒരു പ്രഭാഷകൻ ഈ സിനിമാ പാട്ട് പാടിയാണ് അദ്ദേഹത്തിൻ്റെ അധികം പ്രസംഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഒരു യജ്ഞാചാര്യൻ എന്നെ കൊണ്ട് കാണും. ഞാനിതൊന്നും ഇങ്ങനെ കാണാൻ എനിക്ക് സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് കാണാൻ. അതിൻ്റെ ഒരു ഭാഗം ഒരു യജ്ഞാചാര്യൻ എന്നെ കൊണ്ട് കാണിച്ചു. യജ്ഞാചാര്യൻ്റെ പേര് പറയാം, പള്ളിക്കൽ സുനിലാണ്, സുനിൽജി. പള്ളിക്കൽ സുനിൽജി എന്നെ കാണിച്ചു. ഇയാൾ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയുക, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന് എഴുതിയ അവനെ വെടിവെച്ച് കൊല്ലണം. ഇവൻ നിരീശ്വരവാദി. ഈ പ്രസംഗിക്കുന്ന ആൾ നിരീശ്വരവാദിയാണ്. ഒരു വേദിയിൽ അയാൾ വേറെ ഇത് പറയട്ടെ, നമ്മുടെ സ്വാമി ഋതംബരാനന്ദ പറഞ്ഞു, ഒരു വേദിയിൽ കയറി എന്ന് പറയുന്ന ഗുരുദേവൻ പിന്നെ സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഫിൽട്ടർ ചെയ്യണം ഈ സംസാരിക്കാൻ കൊണ്ടുവരുന്നവർ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് വ്യാഘ്രപാദർ എന്നൊരു സന്യാസിയുടെ പാദങ്ങൾ പതിഞ്ഞ ധ്യാനമിരുന്ന സ്ഥലമാണ് വൈക്കത്തെ അമ്പലം. ഈ ക്ഷേത്രങ്ങളിലെല്ലാം തീർത്ഥ വൈക്കത്തഷ്ടമി നാളിൽ വൈക്കത്തഷ്ടമി അല്ലേ, വൈക്കത്തഷ്ടമില്ല. അപ്പൊ ഈ തീർത്ഥാടനങ്ങളെല്ലാം പിൽക്കാലത്ത് അനുചരന്മാരോ ഭക്തന്മാരോ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിയതമായ നിയമവഴികളില്ലാത്തതിനാൽ ആചാരങ്ങൾ വന്നു, അത്യാചാരങ്ങൾ വന്നു, അനാചാരങ്ങളും വന്നു. ഇതിൽ ഓരോ സങ്കേതത്തെപ്പറ്റി എനിക്ക് എടുത്തു പറയാൻ ഒത്തിരിയുണ്ട്. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ശബരിമലയിൽ പോയ ഏതോ ഗുരുസ്വാമി, ആന്ധ്രയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ വന്ന ഏതാ ഗുരുസ്വാമി പമ്പയിൽ കുളിച്ചപ്പോൾ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് പമ്പയിൽ ഒഴുക്കി വിട്ടു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതോടെ പാപങ്ങളെല്ലാം ഒഴുകിപ്പോയത്. ശിഷ്യന്മാരെല്ലാം തുണി വരച്ച് അമ്പയിൽ കൂടെ എറിഞ്ഞു. ഇപ്പൊ പോന്നവരെല്ലാം തുണി എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞത് പമ്പയിൽ തുണി കൊണ്ട് ബുദ്ധിമുട്ടി അത് വാരി മാറ്റാൻ ദേവസ്വം ബോർഡ് കിടന്ന് പെടാപ്പാട് വിടുക. ഇങ്ങനെ തുണി എറിയുന്ന ഒരു ആചാരം നേരത്തെ അവിടെ ഉണ്ടോ? നിയമസഭയിലുണ്ടായിരുന്നു തുണി. അയാൾ മരിച്ചപ്പോഴത്തേക്ക് അന്നത്തെ മുഖ്യമന്ത്രി ചെന്നിട്ട് റീത്ത് വയ്ക്കാൻ നേരം കാറ്റടിച്ച്, ഈ കാണിച്ച കക്ഷി മരിച്ചു കിടക്കുക, ബോഡിയിൽ റീത്ത് വയ്ക്കാൻ നേരം കാറ്റടിച്ച് അയാളുടെ തുണി എന്നനങ്ങി. അപ്പോഴേ റീത്തും കൊണ്ട് മുഖ്യമന്ത്രി പുറകോട്ടി അഴിയ ചത്ത് കിടന്നിട്ടും സോക്കേടും. അങ്ങനെ ഒരു ആചാരം നമ്മുടെ നിയമസഭയെ നടന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഇത് പറിച്ചറിയുന്ന പരിപാടി ആചാരമല്ല, അനാചാരമുണ്ടാക്കി. അതിപ്പോഴും പമ്പയിൽ വലിയ ബുദ്ധിമുട്ടാണ് പാരിസ്ഥിതിക പ്രശ്നം കൊണ്ട്. കണ്ടോ, തീർത്ഥാടനത്തിനുണ്ടായ ഒരനാചാരമേ ഞാൻ എടുത്തു പറഞ്ഞുള്ളൂ. എന്നാൽ സശരീരനായി ഒരു മഹാപ്രതിഭ, ഒരു മഹാഗുരു ജീവിച്ചിരിക്കവേ തന്നെ തീർത്ഥാടനം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ നിയമവഴികൾ കാണിച്ചു തന്ന് വ്യതിചലിക്കാത്ത രീതിയിൽ അത് പറഞ്ഞ് പഠിപ്പിച്ച് സശരീരനല്ലാത്ത സമയത്ത് തീർത്ഥാടനം തുടങ്ങിയിട്ട് ഇന്നും അനാചാരങ്ങൾ നടക്കാത്ത ഒരേ ഒരു തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം മാത്രമാണ്. പുറപ്പെടുന്നത് മുതൽ ഏതെല്ലാം ഘട്ടത്തിൽ എങ്ങനെല്ലാം ചെയ്യണമെന്ന് കണ്ടുപിടിച്ചു. ഇത് മഹാത്ഭുതമല്ലേ, മഹാത്ഭുതമല്ലേ. 2, ഏതു തീർത്ഥാടനത്തിന് പോയാലും പാപങ്ങൾ കഴുകിക്കളയാനാ വന്നത്.
അത് റോമിൽ പോയാലും ശരി, മക്കയിൽ പോയാലും ശരി, പളനിയിൽ പോയാലും ശരി, ശബരിമല പോകുമ്പോൾ ദാസേടൻ തന്നെ പാടിയ പാട്ടുണ്ട്. പുണ്യപാപ ചുമടുകള ഇരുമൂടി കെട്ടുമേന്തി 18 പടി കടന്നു വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അല്ലേ, നമ്മൾ ദിൽഷാദ് നഗറിൽ അയ്യപ്പ സത്രമായിരുന്നു അല്ലേ, അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതാ അയ്യപ്പനാകുമ്പോൾ ഒരു വാവര് വേണ്ടേ, അതുകൊണ്ടായിരിക്കും ദിൽഷാദ് നഗർ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അല്ലേ, സന്തോഷം, ഒരുപാട് സന്തോഷം. രമേശ് ജിക്കും കൂട്ടർക്കും ഒരുപാട് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവരെല്ലാം ഇവിടെ എത്തിയതിൽ അതിനേക്കാൾ സന്തോഷിക്കുന്നു. അപ്പോൾ എവിടെ ചെന്നാലും പുണ്യപാപച്ച് പാപങ്ങൾ ഇറക്കി വയ്ക്കാൻ പോകുന്നു. പളനി പോകുന്ന പാപം ഇറക്കാൻ വേണ്ടിയാണ്. ഏതു തീർത്ഥാടനത്തിൽ ഏതു സമുദായത്തിന് പോയാലും പാപങ്ങൾ ഇറക്കി വയ്ക്കാനാണ്. പക്ഷേ ശിവഗിരി തീർത്ഥാടനം വന്ന് പാപങ്ങൾ ഇറക്കി വയ്ക്കാനും കൂടെയാണ്, അതിനല്ല പോകുന്നത്. പിന്നെയോ പാപങ്ങൾ ഇറക്കി വയ്ക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമായി അധുനാതുരമായ ജീവിത കാലഘട്ടത്തിൽ കാൽപാദങ്ങൾ ഉറപ്പിച്ച് നട്ടല് നിവർത്തി തല ഉയർത്തി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ യുഗാന്തങ്ങളോളം ജീവിക്കാനുള്ള അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും അനാദിയായ പ്രസാദം നേടിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒരു തീർത്ഥാടനമേ ലോകത്തിലുള്ളൂ. അറിവിൻ്റെ പ്രസാദം കിട്ടുന്ന ഒറ്റ തീർത്ഥാടനം അത് ശിവഗിരി തീർത്ഥാടനമാണ്. വേറെ എല്ലായിടത്തും പ്രസാദം കിട്ടും. മക്കയിൽ പോയാൽ സംസം വെള്ളം കൊണ്ടുവരും. റോമിൽ പോയി കഴിഞ്ഞാൽ കുരിശും മറ്റേതും മറിച്ചതും തീ പിടിക്കാത്ത ഇലയും കൊണ്ടുവരും. ഭസ്മ പിന്നെ ഇവിടെ പളനി പോയാൽ ഭസ്മം കൊണ്ടുവരും. ശബരിമല പോയാൽ അരവണ പായസം കിട്ടും. ദേവസ്വം പ്രസിഡന്റ് അരവണ പായസത്തിൽ എലിവാല് കണ്ടിച്ചിടും. അങ്ങനെയുണ്ട്. അങ്ങനെ കുറേ കള്ളന്മാരും കയറി കിടപ്പുണ്ട് അല്ലേ. എവിടെയും പ്രസാദം കിട്ടും. ശിവഗിരി ചെന്നു കഴിഞ്ഞാൽ ആറാട്ടുണ്ടോ? ഉണ്ടോ? തീർത്ഥാടനത്തിന് പോയിട്ടില്ലേ? ആറാട്ടുണ്ടോ? എഴുന്നള്ളത്തുണ്ടോ? നിവേദ്യമുണ്ടോ? വെടിക്കെട്ടുണ്ടോ? പ്രസാദമുണ്ടോ? ഒരു ചുക്കുമില്ല. ഇങ്ങനൊരു തീർത്ഥാടനം മഹാഗുരു നാരായണമൂർത്തി. ഒന്നിച്ച് പാടേ, നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ. പരമാചാര്യൻ സംവിധാനം ചെയ്ത ഈ തീർത്ഥാടനത്തിനല്ലാതെ ആറാട്ടും നിവേദ്യവും പ്രസാദവും ഇല്ലാത്ത, ആകെ കിട്ടുന്ന പ്രസാദം അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും കാലുറപ്പിക്കലും ഊർജമുണ്ടാക്കുന്നതിനെയും അറിവിൻ്റെ പ്രസാദം കിട്ടുന്ന സൂര്യൻ്റെ കീഴിലെ ഏക തീർത്ഥാടനം അതാണ് ശിവഗിരി തീർത്ഥാടനം. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങളാണ് ഇനിയും അങ്ങോട്ട് പറയാനിരിക്കുന്നത്. എല്ലാം കൂടി പറയാൻ സമയം കിട്ടത്തില്ല. പഞ്ചശുദ്ധി പറയണമെങ്കിൽ 2.5 മണിക്കൂർ വേറെ വേണം. ആ പഠിപ്പിച്ച എന്തിന് നിങ്ങൾ തീർത്ഥാടനത്തിൽ 8 ലക്ഷ്യങ്ങൾ പഠിപ്പിച്ച 8 ലക്ഷ്യങ്ങളിൽ 1 മാത്രമേ ഉള്ള ആത്മീയ കാര്യം. 8-1 ഈശ്വരവിശ്വാസം, ബാക്കി 7 ഭൗതിക വിശ്വാസമാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സന്യാസിയെ മഷിയിട്ട ലോകത്ത് കിട്ടുമോ? അതാണ് ഗുരുദേവൻ എന്ന മഹാത്ഭുതം. എനിക്ക് ചിന്തിക്കും തോറും ഞാൻ അറിയാതെ ചിലത് രാത്രി കിടന്ന് പ്രണാമത്തിൽ വീഴാറുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ആരും ഒന്നുമല്ല. കണ്ടെത്താൻ ജന്മം കൊണ്ട് കഴിയത്തില്ല, ഒരിക്കലും കഴിയത്തില്ല. ബാഹ്യമായി നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് തോന്നാ. ഞാൻ പറഞ്ഞ സോദരത്വേരെ പറഞ്ഞതുപോലെ അടുത്തോട്ട് ചെല്ലും തോറും ഒന്നും പിടികിട്ടത്തില്ല. അതാണ് പലപ്പോഴും സമസ്യ പോലെ വിഷമിച്ചിട്ടുണ്ട്. ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ധാരാളമുണ്ട്. അത് പല സന്യാസിമാരോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. കളവങ്കോട് പ്രതിഷ്ഠ നടത്തി, കണ്ണാടി രസം ചുരണ്ടി ഓം എന്ന് എഴുതാൻ പറഞ്ഞു. എഴുത്തും വായനയും അറിയാവുന്ന ഒരാൾ നാരായം കൊണ്ട് എഴുതിയത് മലയാളത്തിലെ ഓ എന്ന അക്ഷരം എഴുതി ദീർഘമില്ലാതെ പൂജയിട്ടു ഓം. പലരും ചൂണ്ടിക്കാട്ടി ഗുരുദേവനോട് ഓമിന് ദീർഘമില്ല. ഗുരുദേവൻ പറഞ്ഞു ദീർഘമില്ലാത്ത ഓമിനൊരു അർത്ഥമുണ്ട്. ഗുരുദേവനോട് പ്രതിഷ്ഠിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? ഗുരുദേവൻ പറഞ്ഞു തന്നോ? ദീർഘമില്ലാത്ത ഓമിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യ നീ കുത്തിയിരുന്ന് ചിന്തിച്ചോളാൻ പറഞ്ഞു ഗുരുദേവൻ പോയി. ഈ ചോദ്യം ഞാൻ ആദ്യം ചോദിക്കുന്നത് കളവങ്കോട് ക്ഷേത്രത്തിൽ ആദ്യം ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദരിച്ച ഗുരുദേവന് ശേഷം ഗുരുദേവ ദർശനങ്ങൾ ലോകത്തെമ്പാടും പ്രചരിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത ആത്മാർത്ഥതയെ ആൾരൂപമായിരുന്നു സ്വാമി ശാശ്വതീകാനന്ദ. അതിനുശേഷം ആരും അത്രയും വന്നിട്ടില്ല. അന്ന് ആരും കയറി ഇലക്ഷന് കളവോട്ട് ചെയ്യത്തില്ലായിരുന്നു. മെഡിക്കൽ കോളേജിൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സ്വാമിമാർ അന്നില്ലായിരുന്നു.
സ്വാമി ശാശ്വതീകാനന്ദ ഹീസ് ഡിവോട്ടഡ്. പരിപൂർണമായി ഗുരുദേവ ദർശനങ്ങൾ ലോകത്തെമ്പാടും എത്തിക്കാൻ ഇത്രത്തോളം പരിശ്രമിച്ച ഒരു സന്യാസി ശ്രേഷ്ഠൻ വേറെയില്ല. ആ മഹാനോടൊപ്പമാണ് ആദ്യമായി കളവങ്കോട് ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുന്നത്. കണ്ണാടി ഗുരുദേവൻ ഏതൊക്കെ ക്ഷേത്രത്തിൽ എവിടെല്ലാം പ്രതിഷ്ഠിച്ചോ അവിടെ എല്ലാം വിശ്വഗുരു അടിയനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അരുവിപ്പുറത്താണ് എൻ്റെ തുടക്കം. ആദ്യം പ്രസംഗിക്കുന്നത് അവിടെയാ. അവിടെ മുതൽ എവിടെല്ലാം പ്രസംഗിച്ചോ, കുദ്രോളി ആയാലും ശരി, കോയമ്പത്തൂരായാലും ശരി, രാമേശ്വരം, എല്ലാ പ്രതിഷ്ഠാ ക്ഷേത്രങ്ങളിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. വേലും ശൂലവും പാദവും ഒക്കെ വെച്ചിടത്തെല്ലാം പോയിട്ടുണ്ട്. അന്നേരം ഈ കണ്ണാടി പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ഏതാണ്ട് 10-30 കൊല്ലം കഴിഞ്ഞ് കാണണം ശാശ്വതീകാനന്ദ സ്വാമി ഉദ്ഘാടനം. സ്വാമിയോട് ചൂണ്ടിക്കാണിക്കൊണ്ട് ആ കണ്ണാടി അടുത്ത് നീ ഒന്നുകൂടെ നോക്കി, അതിൽ ഒന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വാമിജി എൻ്റെ അടുത്തുണ്ട്. ശാശ്വതീകാനന്ദ സ്വാമിയോട് ചോദിച്ചു, ദീർഘമില്ലാത്ത ഓമിൻ്റെ ഒരു അർത്ഥമുണ്ടെന്ന് ഗുരുദേവൻ പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ ആശയം? അദ്ദേഹം പറഞ്ഞു തന്നു, ഞാൻ എഴുതിയെടുത്തു. നിത്യചൈതന്യ യതി, നിത്യചൈതന്യ യതി, നടരാജഗുരുവിൻ്റെ ശിഷ്യനാ നിത്യചൈതന്യ യതി. യതിയുമായിട്ട് വളരെ അടുത്ത ബന്ധം. അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലാണ്, എൻ്റെ നാടുമായിട്ട് 20 കിലോമീറ്റർ അകലമേ ഉള്ളൂ. നാട്ടിൽ വകയാർ വരുമ്പോഴൊക്കെ കാണാൻ പോകുന്ന, കൂടാതെ ഞാൻ അങ്ങ് അദ്ദേഹം താമസിച്ചിരുന്ന ഫേൺ ഹില്ലിലൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒത്തിരി തവണ. കൊടൈക്കനാൽ അല്ല, കൊടൈക്കനാലല്ല, ഊട്ടി ഫേൺ ഹില്ലൊക്കെ ഒന്ന് അവിടുത്തോടെ ചോദിച്ചു. സ്വാമി വിവേകാനന്ദന് ശേഷം പാശ്ചാത്യ ലോകം കാത്തിരുന്ന പ്രഭാഷകർ 2 പേരാണ്. ഒന്ന് സ്വാമി ചിന്മയാനന്ദജിയും ഒന്ന് നിത്യചൈതന്യ യതിയും. യതിയോട് ഞാൻ ചോദിച്ചു, ഓം എന്ന് ദീർഘമില്ലാത്ത ഓമിൻ്റെ ആശയം എന്താ? അവിടുന്ന് ഒരു ആശയം പറഞ്ഞു തന്നു, അതും ഞാൻ എഴുതി വെച്ചു. സ്വാമി അവ്യാനന്ദയോട് ചോദിച്ചു, സ്വാമി ഋതംബരാനന്ദയോട് ചോദിച്ചു, സ്വാമി സൂക്ഷ്മാനന്ദയോട് ചോദിച്ചു. അറിയാവുന്ന സന്യാസിമാരൊക്കെ ആശയങ്ങൾ പറഞ്ഞു തന്നു. എല്ലാം പ്രത്യേകം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഒരാൾ പറഞ്ഞതും മറ്റൊരാൾ പറഞ്ഞതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. അതാണ് ഗുരുദേവൻ. നിങ്ങൾക്കിഷ്ടമുള്ളത് വിചാരിച്ചോളാൻ പറഞ്ഞു. ഈ സ്വാമിമാർ സന്യാസിമാർ പറഞ്ഞതെല്ലാം വളരെ ഗഹനമായ ആശയമാണ്. പക്ഷെ തമ്മിൽ പല വ്യത്യാസമാണ്, അജഗജാന്തരമാണ്. കണ്ടോ, അടിയനും ഒരാശയം തോന്നിയിട്ടുണ്ട്. ഞാനിത് ഡയറിക്കകത്ത് എഴുതി സീൽ ചെയ്ത് പെമ്പറന്നവരെ കൊടുത്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഇത് പുറത്ത് കാണിക്കരുത്, ലോകം വിട്ട് കഴിഞ്ഞ് കാരണം തെറ്റാതെങ്കിൽ എന്ത് ചെയ്യും. അതുകൊണ്ട് കാലശേഷം ഇത് പ്രസിദ്ധീകരിക്കാൻ എഴുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗുരുദേവൻ. ചിലത് വളരെ ലളിതമായി മനസ്സിലാകും, ചിലത് ശീർഷാസനത്തിൽ നിന്നാലും മനസ്സിലാകത്തില്ല. അത് ഗുരുദേവ ദർശനങ്ങളുടെ ഒരു സവിശേഷതയാണ്. ഇപ്പം നാം പറയുന്നപ്പെട്ട ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എല്ലാവർക്കും മനസ്സിലാകും. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, വളരെ ലളിതമാണ്. കാരണം നിരക്ഷര കുക്ഷികളായ ഒരു സമുദായത്തോട് സംവദിക്കുമ്പോൾ അവിടുത്തെ ഭാഷയുടെ അപഗാഹതയിൽ നിന്ന് ഗുരുദേവൻ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ലളിതമായ ഭാഷയെ പറഞ്ഞു തന്നു. അതേ ഗുരുദേവൻ തന്നെയാണ് പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് വർണ്ണിച്ചെടുക്കാൻ പറ്റുമോ? ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുകയിലെന്നുപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ഒരു നടയ്ക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ മനസ്സിലാക്കിയതും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് പണ്ടൊരു നമ്പൂതിരി കുറേ ദിവസം 2 മാസക്കാലത്തോളം ഇല്ലത്തും പരിസരത്തും പൂജയ്ക്കൊക്കെ ഞാൻ പറയും മനസ്സിലായില്ല. അപ്പോൾ ബാല്യക്കാരൻ അടുത്തുകൊണ്ട് ചോദിച്ചു, തിരുമേനിക്ക് എന്താ മനസ്സിലാവാത്തത്? ഇടാ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും ആത്മരഹസ്യങ്ങളും പരബ്രഹ്മവും ഒന്നും മനസ്സിലായില്ല. 2 മാസം മനസ്സിലായില്ല എന്ന് പറഞ്ഞു കിടന്നിട്ട് തിരുമേനി പറഞ്ഞു, ആ മനസ്സിലായി. അപ്പോൾ ബാല്യക്കാരൻ രാമൻ ചോദിച്ചു, തിരുമനസിന് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലാകത്തില്ല എന്ന് മനസ്സിലായി. അതാണ് ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും. അതങ്ങോട്ട് ഉൾക്കടമായി പരിഭവിച്ച അവസാനം നമുക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലാവത്തില്ലെന്ന് മനസ്സിലാവും. അതാണ് ബാഹ്യാർത്ഥമല്ല ആന്തരികാർത്ഥം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തീർത്ഥാടനത്തിൻ്റെ ഓരോ കോണുകളും അത് വളരെയധികം ചിന്താമധുരമാണ്. കൂടുതൽ പറയാതെ നമുക്കതിൻ്റെ സന്ദർഭത്തിലേക്ക് പോകാം. നമുക്കറിയാം 1928 ജനുവരി 16 അന്നാണ് ഗുരുദേവൻ 3:30 തീർത്ഥാടനത്തെക്കുറിച്ചുള്ള സംഭാഷണം വരുന്നത്. കണ്ടോ? അപ്പം നിവേദ്യമില്ല, പ്രസാദമില്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്ഥാപിച്ചെടുത്ത തീർത്ഥാടനമാണ്. അറിവിൻ്റെ നികേതനമാണ് അതിലെ ഏറ്റവും വലിയ പ്രസാദം. എന്നാൽ അതിൻ്റെ ഘട്ടങ്ങൾ അനുവദിക്കുമ്പോൾ നമുക്കറിയാം, കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ
വൈദ്യരും ഇവർ രണ്ടുപേരും കൂടെ ഗുരുദേവൻ്റെ അടുത്ത് ചെല്ലുന്നു. കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിലെ ചക്കരമാവിൻ്റെ ചവിട്ടിൽ ചാരുകസേരയിൽ ഗുരുദേവനിരിക്കുന്നു. നാഗമ്പടം ക്ഷേത്രത്തിൽ ഒരുപാട് പ്രഭാഷണങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ആദ്യാക്ഷരം കുറിക്കാൻ കോട്ടയം യൂണിയനും കേരള കൗമുദി പത്രം കൂടെ ആദ്യാക്ഷരം കുറിക്കാൻ നാഗമ്പടത്തേക്ക് ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെ എല്ലാ പൂജാ സംഗതികളെല്ലാം വെച്ച് എഴുത്തിനുള്ള പീഠവും അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബാക്കി പൂജകളെല്ലാം ഇവിടെ നടക്കട്ടെ, പീഠം മാവിൻ്റെ ചുവട്ടിലോട്ട് മാറട്ടെ. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താ മാവിൻ്റെ ചുവട്ടിൽ? ഗുരുദേവൻ അവിടെ ഇരുന്നാണ് തീർത്ഥാടനത്തിന് അനുവാദം കൊടുത്തത്. ആ മാവിൻ്റെ ചുവട്ടിൽ ഞാൻ എഴുതത്തുള്ളൂ. ഇപ്പോഴും നിങ്ങൾ കോട്ടയത്തുകാർ കാണും, ദേഹമ്പടം ക്ഷേത്രത്തിൻ്റെ പ്രസംഗം കേട്ടവരും കാണും ഇവിടെ, അല്ലേ? നിങ്ങൾക്കറിയാം ഞാൻ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കാറില്ല. വലിയ ഓഡിറ്റോറിയമാണ് നാഗമ്പടം ക്ഷേത്രത്തിന്. ഞാൻ ഈ മാവിൻ്റെ ചവിട്ടിലൊരു കസേരയിട്ട് അവിടെ ഇരുന്നേ പ്രസംഗിക്കും. കാരണം എന്താ? വിശ്വഗുരുവിൻ്റെ ചൈതന്യം ഉണ്ടായിരുന്ന സ്ഥലം. അവിടെ ഇരുന്നാണ് തീർത്ഥാടനം അനുവദിച്ചത്. അതുകൊണ്ട് അവിടെ ഇരിക്കുമ്പം മനസ്സിലിങ്ങനെ ഗുരു നിറഞ്ഞു വരും. പിന്നെ പ്രഭാഷണത്തിന് വല്ലതും തിരക്കി പോണോ? പിന്നെ വല്ലതും അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഗുരു ഇങ്ങനെ മനസ്സിൽ വരും, പിന്നിങ്ങ് പ്രവഹിച്ചു കൊണ്ടിരിക്കും. വാച്ചൊന്നും നോക്കത്തില്ല, അതേ ഇരിപ്പിരുന്ന് പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ ചക്കരമാവിൻ്റെ ചവിട്ടിൽ ഗുരുദേവൻ ഇരിക്കുന്നു ചാരുകസേരയിൽ. ഗുരുദേവൻ എഴുന്നള്ളി എന്ന വിവരം അറിഞ്ഞുകൊണ്ട് ദേശത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. അവിടെ പലപ്പോഴും ആളുകൾ വിചാരിക്കും ഈഴവർ മാത്രമല്ല, നായർ സമുദായത്തിലുള്ളവരും ക്രിസ്തീയ സമുദായത്തിലുള്ളവരും ഒക്കെ ഗുരുദേവനെ കാണാൻ വരുമായിരുന്നു. അതാണ് അതിൻ്റെ സവിശേഷത. അതാണ് എന്തെല്ലാം വിശേഷങ്ങൾ കൊണ്ട് പറഞ്ഞാൽ എനിക്ക് തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര അത്ഭുതാവഹമാണ് ആ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആത്മീയ ആചാര്യൻ, ഏത് മതത്തിലും ആകട്ടെ, മുസ്ലിം ക്രിസ്ത്യൻ സ്വാമി ആരോ ആയിക്കോട്ടെ, ഒരു ആത്മീയ ആചാര്യൻ്റെ അടുത്ത് ഒരാൾ വന്ന് ശിഷ്യപ്പെട്ടു. ആ ശിഷ്യപ്പെടുന്ന ആളിനെ അവിടെ നിന്നും മാറിപ്പോകാൻ ഏതെങ്കിലും ഗുരു അനുവദിക്കുമോ? ഒരിക്കലില്ല. നീ എൻ്റെ വട്ടത്തിലിരുന്നോണം. ഗുരുദേവൻ SNDP യോഗം പ്രസിഡന്റ് ആണെങ്കിൽ അന്നത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ ആണല്ലോ. ഗുരുദേവൻ പെരിയസ്വാമി ആണെങ്കിൽ ചിന്നസ്വാമി ആരാ? കുമാരനാശാൻ. എന്നിട്ട് ആ കുമാരൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ നിഴലിൽ ഇരിക്കരുതേ, നീ കർണാടക സ്റ്റേറ്റിൽ പോയി സംസ്കൃതം പഠിക്കണം. ചാമരാജ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി ചേർത്തത് ഗുരുദേവനാ. ആ യൂണിവേഴ്സിറ്റിയിൽ അബ്രാഹ്മണൻ ആദ്യം അഡ്മിഷൻ കിട്ടുന്നത് കുമാരനാശാന് മാത്രമാണ്. ബ്രാഹ്മണർക്ക് മാത്രമേ ചാമരാജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കൂ. കാര്യം എന്താണെന്നറിയാമോ? ഈ പൂണൂല് ധരിച്ച ചില സാധനങ്ങളുണ്ടല്ലോ, ഈ തലയുടെ പിറകിൽ പ്ലഗ് കുത്തി വെച്ചേക്കുന്നേ. പ്ലഗ് കുത്തി വെച്ചേക്കുന്ന സാധനം ഈ ഡൽഹിയിലൊക്കെ ഒത്തിരി കാണാറുണ്ട് പ്ലഗ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്ലഗുകളില്ല, അല്ലേ? ഡൽഹിയിൽ ഇപ്പോഴും പ്ലഗുകളൊക്കെ കാണാറുണ്ട്. എങ്ങനെ ഇരിക്കുന്നറിയുമോ? സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ പറഞ്ഞ മനോഹരമായൊരു ഉദാഹരണമുണ്ട്. ഇപ്പോഴും ഞാൻ ഓർത്തോർത്ത് ചിരിക്കാറുണ്ട്. സർവേ കല്ലിൽ ഓന്തിരിക്കുന്നത് പോലെ. സാംബശിവനെ ഞാൻ കയറി ചെന്ന് കഥാപ്രസംഗം സ്റ്റേജിൽ ചെന്ന് ഞാൻ കൈ കൊടുത്തേച്ച് പറഞ്ഞു, അതൊരു അപാര ഉപമയായിപ്പോയി. സർവേ കല്ലിൽ ഓന്തിരിക്കുന്നത് പോലെ പ്ലഗം വെച്ചോണ്ട് ഈ സാധനങ്ങൾ അവിടെ ഇൻ്റർവ്യൂ നടത്തി. അവരെ പരിപാടി എന്തെന്നറിയാമോ? ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഒരിക്കലും സാമാന്യമായി സംസ്കൃതത്തിൽ വ്യുൽപ്പത്തിയുള്ള ആരും മറുപടി പറയാത്ത കോനസ്റ്റ് ചോദ്യങ്ങൾ ഇന്റർവ്യൂവിന് ചോദിക്കും. മറുപടി പറയാൻ പറ്റത്തില്ല, ഇറക്കി വിടും. അതേസമയം പൂണൂലും സർവേക്കലിലെ ഓന്തും ഉള്ളത് വന്നു കഴിഞ്ഞാൽ ലഘുവായ ചോദ്യം ചോദിക്കും, അഡ്മിഷൻ കൊടുക്കും. ഇതാണ് പരിപാടി. കുമാരനെ കൊണ്ട് ഇന്റർവ്യൂവിന് പോകുന്നത് ഗുരുദേവനാണ്. 16 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഗുരുദേവൻ പഠിപ്പിച്ചു കൊടുത്തു. ത്രികാലജ്ഞാനിയായ മഹാഗുരുവിൻ്റെ പ്ലാനിങ് ഭയങ്കരമാണ്. എന്നിട്ട് കുമാരനെ ഗുരുദേവനെ പിരിഞ്ഞു പോകുന്നതിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായതുകൊണ്ടാണ് നാം കൂടെ എഴുന്നള്ളുന്നൊന്നും പറഞ്ഞ് കൂടെ ഇങ്ങനെ എഴുന്നള്ളി. ഇവിടെ വന്നിട്ട് പൽപ്പു അന്ന് കർണാടകത്തിലെ ഡോക്ടറാണ്, ഡോക്ടർ പൽപ്പു. അവിടെ വന്ന് ആ വീട്ടിൽ താമസിപ്പിച്ചു. ആശാന് സംസ്കൃതം പഠിക്കാനുള്ള സ്കോളർഷിപ്പും ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ആദ്യമായി വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് കൊടുത്തത് ഗുരുദേവനാണ്. സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. ഒരു ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് ഗുരുദേവൻ കൂടുണ്ടെങ്കിൽ ആശാന്റെ പതർച്ച ഇത്തിരി കുറയുമല്ലോ. എന്നിട്ട് അവിടെ ഇരുത്തിയാണ് ഇന്റർവ്യൂവിനുള്ള പഠനം തയ്യാറാക്കുന്നത്. 16 ചോദ്യവും ഉത്തരവും സംസ്കൃതത്തിൽ പഠിപ്പിച്ചു. ഇത് ഭാനുമതി അമ്മ തന്നെ പറഞ്ഞതാണ് ഈ വിഷയം. എന്നിട്ട് ഇന്റർവ്യൂവിന് കയറി. മേപ്പടി സാധനങ്ങൾ, സർവേക്കല്ലിലെ ഓന്തുകൾ ഇരുന്നുകൊണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. 15 ചോദ്യം അവർ ചോദിച്ച് തീരുന്നതിന് മുമ്പ് ആശാൻ പടപടപടാന്ന് ഉത്തരം പറഞ്ഞു. ഈ 15 ചോദ്യം ഉത്തരവും ഗുരുദേവൻ പഠിപ്പിച്ചു വിട്ടതാ. 16ാമത്തെ ചോദ്യം ഇവർ ചോദിക്കാത്തതുകൊണ്ട് കുമാരൻ അങ്ങോട്ട് ചോദിച്ചു.
അതിന് ഉത്തരവില്ല. കുമാരൻ ഗോട്ട് അഡ്മിഷൻ. അങ്ങനെ ചാമരാജ് യൂണിവേഴ്സിറ്റി സംസ്കൃതം പഠിക്കാൻ തൻ്റെ വലയത്തിൽ ഇരുത്താതെ ജനറൽ സെക്രട്ടറിയായ ചിന്നസ്വാമിയെ വലയത്തിൽ നിന്ന് പുറത്തു ചാടിച്ച് അകലെ പഠിപ്പിക്കാൻ വിട്ട ഒരേ ഒരു ആത്മീയ ആചാര്യൻ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. നടരാജഗുരുവിനോട് പറഞ്ഞു, നീ ഇന്ത്യയിൽ നിന്നാലും പോരാ, പോയി ഇംഗ്ലീഷ് പഠിക്കും വിദേശത്ത്. അതുകൊണ്ടാണ് നടരാജഗുരു പോയി പഠിച്ചുകൊണ്ടാണ് അൺഇൻറ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന ദർശനമാരുടെ വ്യാഖ്യാനം എഴുതി അമേരിക്കയിലെ 8 യൂണിവേഴ്സിറ്റികളിൽ പുസ്തകമായി തീരുമാനിച്ചത്. മാത്രമല്ല ടാഗോറിനെ ഗുരുദേവന് പരിചയപ്പെടുത്തി ഗുരുദേവനെ ടാഗോറിന് പരിചയപ്പെടുത്തിയത് നടരാജഗുരുവിൻ്റെ ഇംഗ്ലീഷ് കത്തുകളാണ്. കണ്ടോ, വിദേശത്ത് പോയി ഇംഗ്ലീഷ് പഠിപ്പിച്ചതിൻ്റെ ഗുണം കണ്ടോ? എന്താണ് ഗുരുദേവൻ്റെ പ്ലാനിങ്? നമുക്കൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. നമ്പൂതിരി പറഞ്ഞതുപോലെ അവസാനം ഇത്രയും മനസ്സിലാകും, ഒന്നും മനസ്സിലാവത്തില്ലെന്ന് മനസ്സിലാവും. അതാണ് ഗുരുദേവന് ഒരു സമസ്യയാണത്, പിടികിട്ടാത്തൊരു സമസ്യ. മാത്രമല്ല അങ്ങനെ തീർത്ഥാടനത്തിന് അനുവാദം കൊടുക്കുന്ന സമയത്ത് കിട്ടൺ റൈറ്ററും ഈ പറഞ്ഞ വൈദ്യരും കൂടെ അവിടെ വന്നു. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും വന്നു. ധാരാളം ആളുകൾ ഇങ്ങനെ കാണാൻ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും മുന്നോട്ട് നീങ്ങി. വൈദ്യരാണ് വർത്താനം തുടങ്ങിയത്. വൈദ്യർ പറഞ്ഞു, ശബരിമല സീസണാണ്, തൊട്ടുപുറക്കിൽ മീനച്ചിലാറ്, അവിടെ ആളുകൾ തീർത്ഥാടന വേഷത്തിൽ കുളിക്കെല്ലാം ചെയ്യുന്നുണ്ട്. ഗുരുദേവ, നമുക്കൊരു തീർത്ഥാടനം വേണമെന്നൊരു അഭിപ്രായം. തീർത്ഥാടനമോ? അത് കൊള്ളാമല്ലോ. ഞങ്ങൾക്ക് പറയാൻ ഉള്ള കാര്യങ്ങളിൽ ഞങ്ങളൊന്ന് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഗുരുദേവനെ കാണുമ്പം, നമ്മൾ മലയാളികളെ സാഹിബിനെ കാണുമ്പം കവാത്ത് മറക്കും, ചിലപ്പോൾ തുപ്പല ഇറങ്ങിപ്പോവും, നാക്ക് പോകൂല. അതുകൊണ്ട് വൈദ്യരും കിട്ടൺ റൈറ്ററൂടെ കുറേ ദിവസം ഇരുന്ന് ആലോചിച്ച് വലിയൊരു ലേഖനം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗുരുദേവൻ ഉടനെ ചോദിച്ചു, കോടതിയിലെ രീതി അല്ലേ? വളരെ സരസ സംഭാഷണമായിരുന്നു. ആർക്കും ഒട്ടും ഭയപ്പെടാതെ പോയി വർത്താനം പറയാം. ആത്മീയാചാര്യന്മാരെ കാണണമെങ്കിൽ എത്രയോ പടി ദൂരെ നിന്ന് തൊഴുതു പിടിച്ച് പേടിച്ച് അടുത്തോട്ടൊക്കെ ചെല്ലണല്ലേ. ഭാനുമതി അമ്മ പറയുമായിരുന്നു, ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അടുത്തില്ലാമായിരുന്നു. ചെന്നാൽ പിന്നെ ആരും ഭയക്കത്തിൽ, ആരും സന്തോഷത്തോടെ അടുത്തിയാലും അവരെല്ലാം ആ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യും. ബ്രഹ്മജ്ഞാനിയായ മഹാജ്ഞാനിയായ അവതാര പുരുഷരാന്നുള്ള ഒരു പെരുമാറ്റവുമില്ലാതെ വളരെ കുഞ്ഞുങ്ങളോട് പോലും ലളിതമായി പെരുമാറുന്നൊരു സ്വഭാവ വൈശേഷം, അത് ഗുരുദേവൻ്റെ സവിശേഷതയായിരുന്നു. അപ്പം വൈദ്യർ ഉടനെ ഗുരുദേവൻ പറഞ്ഞു, ഈ കോടതിയിലൊക്കെ ഹർജി കൊടുക്കുന്ന പോലെ അതെ വായിക്കെന്ന് പറഞ്ഞു. കിട്ടൺ റൈറ്റർ വായിക്കാൻ തുടങ്ങി. റൈറ്റർ എന്ന് വിളിക്കാൻ കാര്യം പീരിമേട്ടിലെ തേയില എസ്റ്റേറ്റ് 27 കൊല്ലം റൈറ്ററായിരുന്നു. അതുകൊണ്ടായി റൈറ്റർ എന്ന് വിളിക്കാൻ കാര്യം എഴുതുന്ന ജോലി, കണക്കെഴുതുന്ന ജോലിയായിരുന്നു. റൈറ്റർ വായിക്കാൻ തുടങ്ങി. ശിവഗിരി തീർത്ഥാടനം. ഗുരുദേവൻ അങ്ങ് ചിരിച്ചെന്നാണ്. ഇതേ പൊട്ടിച്ചിരിക്കാറില്ല, പുഞ്ചിരിച്ചു. ശിവഗിരി തീർത്ഥാടനം കൊള്ളാമല്ലോ, നല്ല പേരാണ്. തീർത്ഥാടനത്തിന് ശിവഗിരിയിൽ ആളുകൾ വരുമോ? തൊട്ടപ്പുറത്തെ വർക്കല കടപ്പുറത്തെ ജനാർദ്ദനം എന്ന തീർത്ഥാടന കേന്ദ്രം ഉള്ളതുകൊണ്ട്, ആളുകൾ ബലിയിടുന്ന ജനാർദ്ദനം ഉള്ളതുകൊണ്ട് ശിവഗിരി ഒരു തീർത്ഥാടനം വെച്ചാൽ ആളുകൾ വരുമോ? അതാണ് ഹീ സോ പ്രാക്ടിക്കൽ. ഗുരുദേവൻ്റെ വർത്തമാനം എല്ലാം വളരെ പ്രാക്ടിക്കലാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളെ പറയാം, നമ്മളിരിക്കുന്ന ശിവഗിരിയിൽ ഒരു തീർത്ഥാടനം, അടിപൊളി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വിജയിക്കുമോ? കിട്ടൺ റൈറ്റർ പറഞ്ഞു, ഇവിടുന്ന് അനുവദിച്ചാൽ, അതാണ് ഇവിടുന്ന് അനുവദിച്ചാൽ വിജയിക്കും. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, എങ്കിൽ നാം അനുവാദം തന്നിരിക്കുന്നു, അനുവദിച്ചാൽ വിജയിക്കുമെന്ന് പറഞ്ഞു. വിജയിച്ചോ? ശിവഗിരി തീർത്ഥാടനം വിജയിച്ചോ? പിന്നെ ഡൽഹിയിൽ നിങ്ങൾ ഈ ഞായറാഴ്ച ദിവസം ഇവിടെ വന്നിരിക്കുമോ? ലോകം മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് കൂടുമോ? അനസ്യൂതമായി ജനങ്ങൾ പ്രവഹിക്കുമോ? ആ പ്രവാഹം എത്ര വിജയമായി തീർന്നു. എന്നിട്ട് ഇവർ പറഞ്ഞ ചില ആമുഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ട്. മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം നടത്താൻ മക്കയും മദീനയും ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് റോമും അന്തോക്യയും ഉണ്ട്, ഹിന്ദുക്കൾക്ക് കാശിയും രാമേശ്വരവും ഉണ്ട്. ഈഴവ സമുദായത്തിൽപ്പെട്ട നമ്മളെ ഒരു സമുദായത്തിൽ ജാതിയായിട്ടും ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഹിന്ദുവായി പോലും പരിഗണിക്കാതെ നമുക്കൊരു തീർത്ഥാടനം വേണ്ടേ എന്ന ആമുഖത്തിലൊക്കെ പറയുന്നുണ്ട്. ഗുരുദേവൻ അതെല്ലാം അംഗീകരിച്ച് ചുരുക്കം അനുവാദം കൊടുത്തു, തീർത്ഥാടനത്തിന് അനുവാദം കൊടുത്തു. അടുത്ത അവരുടെ ചോദ്യാവലിയിൽ എല്ലാം എഴുതി വച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഇവിടുന്ന് അനുവദിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഒരു തീയതി നിശ്ചയിക്കണമല്ലോ. സാധാരണ മനുഷ്യരാൻ എന്ത് പറഞ്ഞേനെ, നാം ജനിച്ചത് ചതയ ദിനത്തിലാകുന്നു, അന്നൊരു തീർത്ഥാടനം വെച്ചോളൂ. സാധാരണ സന്യാസിമാർ അങ്ങനെ പറയും. ഗുരുദേവൻ അത് തീരുമാനിച്ചില്ല.
എന്നാൽ ചിങ്ങം 1 നല്ല ദിവസമല്ലേ? അന്നും പറഞ്ഞില്ല ഓണമുള്ള മാസമല്ലേ? നമ്മുടെ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും പറയാത്ത പ്രസന്നൻ സാർ പറഞ്ഞ എൻ്റെ ഗുഡൻസ് അവിടെയാണ്. നമുക്കെല്ലാം കൊണ്ട് ധ്യാനിച്ചെടുത്താൽ മതി. നല്ല ഗുരുദേവൻ കണ്ടത്. ഗുരുദേവൻ പറഞ്ഞു യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പാട്ടെ ജനുവരി 1. ഗുരുദേവൻ അനുവദിച്ചത് ജനുവരി 1. പക്ഷേ ജനങ്ങളുടെ ബാഹുല്യവും വൈപുല്യവും കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് 31 30 ചേർത്ത് ഇപ്പം അങ്ങ് പുറകോട്ട് പോയി 15 വരെയായി. ഇനി എനിക്ക് തോന്നുന്നു മിക്കവാറും 365 ദിവസവും തീർത്ഥാടനം വരും. അതിൻ്റെ പ്രധാനമായത് 1-ാം തീയതി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പോട്ടെ, അങ്ങനെ പോട്ടെ, വ്യാപരിക്കേണ്ടത്. അവ തീരുമാനിച്ചപ്പോൾ ഈ ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു യൂറോപ്യന്മാർക്ക് പ്രാധാന്യം കൊടുത്തതാണെന്ന്. അല്ലല്ലല്ല, ഭാരതീയ ദർശനങ്ങളുടെ അടിത്തറ അതിൻ്റെ ഉള്ളിലുണ്ട്. മലയാള മാസം ചിങ്ങം കന്നി തുലാം, യൂറോപ്യന്മാരെ ജനുവരി ഫെബ്രുവരി മാർച്ച്. സംസ്കൃതത്തിനൊരു വർഷമുണ്ട്, നമുക്കറിയാം ശകവർഷം. ശകവർഷത്തിലെ മാർഗശീർഷം എന്ന് പറയുന്ന മാസമാണ് ഈ തണുപ്പിൻ്റെ കാലം. അപ്പോഴാ തീർത്ഥാടനം സ്വീകരിച്ചേ. എല്ലാവരും ജനുവരി 1 കണ്ടുള്ളൂ. മാർഗശീർഷം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിലെ 19 മുതൽ 42 വരെയുള്ള ശ്ലോകം പഠിക്കണം. എഴുതി വെച്ചോ. ഭഗവത്ഗീത വീട്ടിലുണ്ടോ? ഉണ്ടോ? മുസ്ലിമിൻ്റെ വേദി ചെന്ന് ഖുർആൻ ഉണ്ടോ എന്ന് ചോദിക്കണ്ട, എത്ര കോപ്പി ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. ക്രിസ്ത്യാനിയുടെ വേദിയിൽ ചെന്ന് ബൈബിൾ ഉണ്ടോ എന്ന് ചോദിക്കണ്ട, എത്ര കോപ്പിയുണ്ട്, എത്ര ഭാഷയിലുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഹിന്ദുവിൻ്റെ വേദിയിൽ ഭഗവത്ഗീത ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? കാണും, മിക്കവാറും എല്ലായിടത്തും കാണും കേട്ടോ. മനഃപൂർവ്വം നിങ്ങളെ പരിഹസിക്കാനല്ല, പിന്നെയോ ഈ ദുരവസ്ഥയിൽ ഉള്ളിൽ വികാരങ്ങൾ ഉദ്വേലഭാവം എന്നുരയ്ക്കും. മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകി. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും വായിക്കാതെ ഒരു ദിവസവും ഡോക്ടർ MM ബഷീർ ഉറങ്ങാറില്ല. ഒരു ശ്ലോകമെങ്കിലും എന്നേ പറഞ്ഞുള്ളൂ. പണ്ടൊക്കെ ഗ്രന്ഥം കൊണ്ടുനടക്കുമായിരുന്നു, ചെറിയ പുസ്തകം കൊണ്ടുനടക്കുമായിരുന്നു. ഇപ്പം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും വ്യാഖ്യാന സഹിതം. അതാണ് കൊണ്ടുനടക്കുന്നത്. വെരി ഗുഡ്, കൈയടി. അതാണ് വേണ്ടത്. ഭഗവത്ഗീതയുടെ വിഭൂതി യോഗത്തിലെ 19 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓരോ ശ്ലോകവും വളരെ ഗഹനമാണ്. അതുകൊണ്ട് ഞാൻ ശ്ലോകത്തിലേക്കൊന്നും പോകുന്നില്ല, അർത്ഥം മാത്രം. ഒരു ശ്ലോകം ഞാൻ പാടിപ്പോയാൽ ഞാൻ വ്യാഖ്യാനിക്കാൻ നിൽക്കും, പിന്നെ ഇവിടെ ഒന്നും തീരത്തില്ല. അതുകൊണ്ട് ആശയം മാത്രം പറയാം. ഭഗവാൻ പറയുന്നുണ്ട്, വൃക്ഷങ്ങളിൽ നാം അശ്വത്ഥമാണ്. പേരാലെന്നർത്ഥം, ആലാണ് ഞാൻ. വാക്കുകളിൽ അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്. ബ്രഹ്മർഷികളിൽ ഞാൻ നാരദനാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. ആ ശ്ലോകത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നൊരു വർത്തമാനമുണ്ട്, മാസങ്ങളിൽ ഞാൻ മാർഗശീർഷമാണ്. ഭഗവാൻ ഞാൻ മാർഗശീർഷമെന്ന് ഉപമിച്ച മാസത്തിലാണ് തീർത്ഥാടനം കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ. മാത്രമല്ല മലയാള മാസത്തിലെ ധനുമാസമാണ്. ശിവഗിരിയിലെ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചത് ആരെയാ? ആന്നല്ല പരമശിവനും ശ്രീപാർവതിയും ഏറ്റവും സന്തോഷിക്കുന്ന ധനുമാസത്തിലൊരു ദിവസമുണ്ട്. അതാണ് ഭഗവാൻ ഒരു കുറവനായി, ശ്രീപാർവതി കുറത്തിയായി, ഒരു ധനുമാസത്തിൽ തിരുവാതിര നാൾ തീർത്ഥാടനത്തിനിറങ്ങി. അവർ ദേശാടനത്തിനിറങ്ങി. ജനുവരി 1 എന്ന് പറഞ്ഞ ഉടൻ ഗുരുദേവൻ പറയുന്നു അത് ധനു 16 17 ആകാം. കലണ്ടർ മുഴുവൻ കാണാപ്പാടവാ. ഇത് വായിച്ചപ്പോഴാണ് ഞാൻ മനോരമ എടുത്ത് നോക്കി. മനോരമ കലണ്ടർ നോക്കിയപ്പം 16ആണ്. ധനുമാസത്തിലാണ് ഗുരുദേവൻ തീർത്ഥാടനം സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം മാർഗശീർഷമാണ്. അല്ലാതെ യൂറോപ്യന്മാരെ 1-ാം തീയതി അങ്ങനെ അങ്ങ് അംഗീകരിച്ചതല്ല. അതിൻ്റെ പിന്നിൽ ഗുരുദേവൻ്റെ ഒരു ആത്മീയ ചൈതന്യം ഉണ്ടായിരിക്കും. മാത്രമല്ല ഏറ്റവും തണുപ്പുള്ള മാസമാണ്. ഇപ്പം തന്നെ നമ്മളെല്ലാം ഇത് സ്വെറ്ററും ഇതൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത്, ഇന്നറും ഔട്ടറും ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് നമ്മളിരിക്കുന്നത്, അല്ലേ? നമുക്കിതെല്ലാം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാനതെല്ലാം ഇട്ടുകൊണ്ടാണ് വന്നത്.
ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ എനിക്കറിയാമായിരുന്നു ഇവിടെ തണുപ്പ് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കാണൂല, കാരണം ഇത്രയും ജനങ്ങൾ ഒന്നിച്ചിരിക്കുന്നുണ്ട്. എല്ലാം അഴിച്ച് അവിടെ വെച്ചു, കാരണം ഇതെല്ലാം കൂടി ഇട്ടാൽ പ്രസംഗിക്കാൻ ഒരു തടസ്സമാണ്. അല്ലെ, നൃത്തമാടണമെങ്കിൽ അതിൻ്റേതായ സ്വാതന്ത്ര്യം വേണ്ടേ, അതുകൊണ്ടെല്ലാം ഞാൻ അഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്ന, എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ 1989 മുതൽ പോകുന്നു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്നു. അങ്ങനെ എപ്പോഴും ഇങ്ങനെ യാത്രയാണ്. പെൻഷനായി കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ എളുപ്പമായി, ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് പെൻഷനായി. പിന്നെ എൻ്റെ പണി ചെയ്താണ്, മക്കൾ ഡോക്ടർമാരായതുകൊണ്ട് എല്ലാം അവരെ ഏൽപ്പിച്ചു. ഈ യാത്രയാണ്. അങ്ങനെ പലയിടത്തും ആതിഥ്യം സ്വീകരിച്ച് താമസിക്കാറുണ്ട്, പലരും അതിഥികളെ സ്വീകരിക്കാറുണ്ട്. പോകുന്നിടത്തെല്ലാം നല്ല സ്വീകരണം, ഉയർന്ന മുന്തിയ ഹോട്ടൽ, വീടുകൾ, സൗകര്യങ്ങൾ എല്ലാം. പക്ഷെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അതിസൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഈ യാത്രക്കിടയിൽ, വിദേശ യാത്രയിലും മറ്റു സംസ്ഥാനങ്ങളിലും എൻ്റെ യാത്രക്കിടയിൽ ഏറ്റവും നല്ല ആതിഥ്യം അരുളിയത് ആരെന്ന് ചോദിച്ചാൽ സുനിൽജിയും കുടുംബവുമാണ്. ഒരു ചെറിയ കാര്യം പോലും അവർ ശ്രദ്ധിക്കും, ചെറിയ കാര്യം പോലെ. അതാണ് ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ഇന്നർ വാങ്ങിച്ചു വെച്ചിരിക്കാൻ, കയ്യറ വാങ്ങിച്ചു വെച്ചിരിക്കാൻ, എല്ലാം കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, മൊബൈലിൽ ഇന്നലെ രാത്രി സുനിൽജി കുത്തിയിരുന്നിട്ട് ഡിജി യാത്ര ഡൗൺലോഡ് ചെയ്ത് തന്നു. ഇനിയിപ്പോൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടിങ്ങനെ നോക്കിയാൽ ചങ്ങ് കയറിപ്പോ. ഇത് ഞാൻ ലോകത്ത് എവിടെ പോയാലും ഇത് ഞാൻ മറക്കുമോ? ഡിജി യാത്ര കയ്യിലുള്ളപ്പോൾ സുനിൽജിയും കുടുംബത്തിനും ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ എല്ലാ സൂക്ഷ്മാംശങ്ങളും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ല, ഒരുപാടുണ്ട്, എടുത്ത് ഞാൻ പറയുന്നില്ല. ചെറിയൊരു കാര്യത്തിൽ പോലും വളരെ ശ്രദ്ധയോടെ ഇത്ര കൃത്യമായി പരിപാലിച്ച വേറെ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് സന്തോഷം. അതുകൊണ്ട് അതെല്ലാം ഞാൻ അങ്ങ് അഴിച്ചു വെച്ച് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ചോദിക്കുന്നു, സീസൺ തീരുമാനിക്കുന്ന ഏറ്റവും തണുപ്പുള്ള സമയം എന്തിനാ തിരഞ്ഞെടുത്തത്? മാത്രമല്ല, ധനുമാസമാകുമ്പോൾ കേരളമാണ്, കേരളത്തിലാണ് തീർത്ഥാടനം. അന്യദേശത്തു നിന്നെല്ലാം തീർത്ഥാടകർ വരും, പക്ഷെ കേരളമാണ് മെയിൻ. കർഷകർ വിശ്രമിക്കുന്ന മാസമാണ് ധനു, മകരം മാസങ്ങൾ. കുംഭമാസത്തിൽ മഴ പെയ്യും, അപ്പോൾ കപ്പയിടാൻ പോകും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വിളവെടുക്കാം. അപ്പോൾ കുംഭമാസത്തിൽ കൃഷി ചെയ്യാൻ പോകും. വൃശ്ചിക മാസത്തിൽ ഇതെല്ലാം കിളച്ചെടുക്കണം. ചേനയും കാച്ചിലും ചേമ്പും എല്ലാം കിളച്ചെടുക്കുന്ന മാസം വൃശ്ചികം. ധനു, മകര മാസം കർഷകർക്ക് വിശ്രമമുള്ള മാസം. കൃഷിത്തൊഴിൽ കൊണ്ട് ജീവിച്ചു പോകുന്ന ജനങ്ങൾ, കൃഷിയെപ്പറ്റി പ്രോത്സാഹിപ്പിച്ച ഗുരുദേവൻ, അതുകൊണ്ട് കർഷകർക്ക് വിശ്രമമുള്ള മാസം കൂടെയാണ് തിരഞ്ഞെടുത്തത്. ഇനിയും ഈ ജനുവരി 1 കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് ചോറൂണ് നടക്കത്തില്ല, അതവിടെ നിൽക്കട്ടെ, ക്ലോസ് ചെയ്തു. അടുത്ത അധ്യായത്തിലേക്ക് പോകാം. ഡേറ്റ് തീരുമാനിച്ചപ്പോൾ ചതയ ദിനം കൊടുത്തില്ല, പിൽക്കാല സമാധിയാകുന്ന കന്നി 5 കൊടുത്തില്ല, ചിങ്ങം 1 കൊടുത്തില്ല, ധനുമാസം കൊടുത്തു. മാർഗശീർഷവും ധനുമാസവും ചെന്ന തണുപ്പിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ആധ്യാത്മിക ചിന്ത വരുന്നതെന്നാണ്. അതുകൊണ്ടാണ് തണുപ്പിൻ്റെ കേദാരമാണ് ഹിമാലയം. അവിടെയാണ് സകല സന്യാസിമാരും ധ്യാനിച്ചതും ത്രികാലജ്ഞാനികൾ പലതും പറഞ്ഞു തന്നതും. ഒരുപാട് തണുപ്പുള്ള ഹിമാലയത്തിൽ നിന്നാണ്. തണുപ്പ് കൂടുമ്പോൾ ആത്മീയത കൂടുമെന്ന്. നമ്മുടെ പള്ളിപ്പെരുന്നാളുകളായാലും ഉത്സവങ്ങളായാലും തീർത്ഥാടനങ്ങളെല്ലാം ഈ മഞ്ഞിൻ്റെ സമയത്ത് നടക്കുന്നത് അല്ലേ. ഹിമാലയത്തിൻ്റെ വർണ്ണന തുടങ്ങുമ്പോൾ തന്നെ കവി തുടങ്ങിയത് ഹിമകരമഹസാം പിണ്ടം പോലെ. ഹിമകരമഹസാം അല്ലേ. ഹിമകരമഹസാം പിണ്ടം പോലെ, കർപ്പൂരത്തിൻ കൂട്ടം പോലെ, പുരഹരശോഭ നിലയം പോലെ, വിശതന്തൂനാം ജാലം പോലെ, മുക്താബലതതി വെത്തും പോലെ, കലശാംബുദിതൻ കഠിനത പോലെ, പ്രളയഹുദാസന ഹിമാലയത്തെ വർണ്ണിക്കുക. പ്രളയഹുദാസന ഭസ്മം പോലെ, ഗംഗാസലിലം പൊങ്ങും പോലെ, വെളുവിള വിലസിന കാന്തി പരമ്പര കൊണ്ടു ജഗത്രയത്തെ വെളുപ്പിലൊളിപ്പിച്ചുന്നതി തങ്ങിന് ശൃംഗതലങ്ങളിൽ എങ്ങുമിരുന്നുടൻ ഇന്ദ്രിയതുടകാൻ നിഭൃതമടക്കി പെരിയ സമാധി ഉറച്ച സപസ്ഥിതി ചേർത്ത കേവലം അദ്വയം ആനന്ദമയം ബ്രഹ്മസനാഥനം ആത്മിനി മേന്മേൽ ആമ്രേടിച്ചു സുഖിച്ചു വസിക്കും മുനിജന നിവഹം കുഹജന ഭാഗേ. ആ മുനിജന നിവഹം ഇരിക്കുന്നത് മഞ്ഞുറഞ്ഞ സ്ഥലത്താണ്. ആധ്യാത്മികയുടെ ഏറ്റവും കൂടുതൽ പ്രഭാപൂരം ചൊരിയുന്ന മഞ്ഞുകാലത്ത് തീർത്ഥാടനം ഗുരുദേവൻ തീരുമാനിച്ചു. മഴയുണ്ടാകുമെന്ന് പേടിക്കണ്ട, വെയിലടിച്ച് സൂര്യാഘാതം എടുക്കുമെന്നും പേടിക്കണ്ട. സമയം തീരുമാനിച്ചു. അടുത്ത ചോദ്യം വരുന്നു, വ്രതങ്ങൾ വേണോ തീർത്ഥാടനത്തിന്? എത്ര ദിവസം വേണം? എഴുതി വെച്ചത് കിട്ടൻ റൈറ്റർ വായിച്ച് മറന്നു പോകാതെ, കാരണം ആ പ്രഭാവത്തിന് മുമ്പിൽ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തുപ്പലി വിഴുങ്ങി പോകുക. അതുകൊണ്ട് എത്ര ദിവസത്തെ വ്രതം വേണം? അതെ, 10 ദിവസം.
ആ വ്രതം വേണോ എന്ന് ഗുരുദേവൻ ചോദിച്ചാൽ പറഞ്ഞു വ്രതം നല്ലതാണ്. എത്ര ദിവസം വേണം? ശരിക്കും ഗുരുദേവൻ പറയേണ്ടിയിരുന്നത് എന്താ? മുസ്ലിങ്ങളുടെ വ്രതം ഒരു മാസമാണ്, 30 ദിവസം അല്ലേ, 29 ദിവസം ചന്ദ്രൻ കാണുന്നതനുസരിച്ച് 30 ദിവസം മുസ്ലിങ്ങളുടെ വ്രതം. മണ്ഡലകാലം 41 ദിവസം. ക്രിസ്തീയ സഹോദരങ്ങളുടെ വലിയ നോമ്പ് 51 ദിവസം. 30, 41, 51. അപ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ്, എത്ര ദിവസത്തെ വ്രതം വേണമെന്ന് വെച്ചാൽ 51 ഇച്ചിരി കൂടിയിരിക്കണ്ടേ? ഞാൻ പറയും ഒരു 61 ദിവസം ഇരിക്കട്ടെ. ഗുരുദേവൻ പറഞ്ഞു 10 ദിവസം മതി. അതിൽ കൂടുതൽ ഏൽപ്പിച്ചാൽ ഈ സമുദായത്തിന് പ്രയാസമാണ്. നമ്മളെ ശരിക്കും ഗുരുദേവൻ അറിയാമായിരുന്നു. നമ്മുടെ സ്വഭാവം ഗുരുദേവന് നന്നായിട്ട് അറിയാമായിരുന്നു. 10 ദിവസം തന്നെ പാടാന്നുള്ളത് ഗുരുദേവന് അറിയാം. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു 10 ദിവസം മതി. എടുത്തു പറഞ്ഞു നമ്മുടെ സമുദായത്തിന് അതിൽ കൂടുതൽ പറഞ്ഞാൽ പ്രയാസമാകും, കാരണം അനുഷ്ഠിക്കത്തില്ല എന്ന് ഗുരുദേവന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു 10 ദിവസം മതി. ആ 10 ദിവസം തീരുമാനിച്ചപ്പോഴാണ് ആ വ്രതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഗുരുദേവൻ പറഞ്ഞു ദീക്ഷ വേണ്ട, താടി മുടിയൊന്നും വളർത്തണ്ട. പിന്നെ ഈ 10 ദിവസം വേണ്ടുന്നത് പഞ്ചശുദ്ധിയാണ്. ശരീരശുദ്ധി, ആഹാരശുദ്ധി, പിന്നെ വാക്ശുദ്ധി, കർമ്മശുദ്ധി, മനഃശുദ്ധി. ഈ ശുദ്ധിയെപ്പറ്റി സംസാരിക്കണമെങ്കിൽ ഇനി ഒരു തീർത്ഥാടനത്തിന് ഡൽഹിയിൽ വീണ്ടും വരേണ്ടി വരും. അക്ഷരം മിണ്ടുന്നില്ല ഞാൻ. തൊട്ടുപോയെങ്കിൽ പിന്നെ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. വാക്ശുദ്ധി എത്ര വളരെ കൃത്യമാണത്. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങൾ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, അതങ്ങനെ വിട്ടിരിക്കുന്നു. പഞ്ചശുദ്ധി പ്രഖ്യാപിച്ചു. അടുത്ത ചോദ്യം, തീർത്ഥാടനത്തിന് ഏതെങ്കിലും പ്രത്യേകതരം വസ്ത്രം ധരിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഗുരുദേവൻ നോക്കാം, മീനച്ചിലാറിയുന്ന അയ്യപ്പന്മാർ കുളിച്ചിട്ട് കയറി വരുന്നുണ്ട്. ഗുരുദേവൻ പറഞ്ഞു ആ കറുത്ത വസ്ത്രങ്ങൾ അയ്യപ്പന്മാരുടെ വസ്ത്രം അത് വേണ്ട. അത് വേണ്ടെന്ന് പറയാൻ അത് മോശമായിട്ടല്ല. ശിവഗിരി തീർത്ഥാടനത്തിന് കറുത്ത വസ്ത്രം വേണ്ട. വെളുത്ത വസ്ത്രങ്ങൾ ഗൃഹസ്ഥാശ്രമിയുടെ വേഷമാണ്, അതും വേണ്ട. കാഷായ വസ്ത്രം ഒരു വിഭാഗത്തിൻ്റെയാണ്, അതും വേണ്ട. അപ്പോൾ മഞ്ഞ വസ്ത്രങ്ങൾ ആയിക്കോട്ടെ. ആ തെരഞ്ഞെടുപ്പിൻ്റെ സാങ്കത്യം വർണ്ണിച്ചാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കത് വർണ്ണിച്ചു കൊടുക്കാൻ ഒട്ടും കഴിയത്തില്ല. എന്തിനാണ് ഈ മഞ്ഞ തീരുമാനിച്ചത്? ഉടൻ തന്നെ ഗുരുദേവന്റെ വചനങ്ങൾ തുണേ ഒരു രഹസ്യവും പറയുന്നുണ്ട്. മഞ്ഞ വസ്ത്രം തീരുമാനിച്ച ഉടനെ ഗുരുദേവൻ പറഞ്ഞ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവൻ അവതാര പുരുഷനാണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം ശ്രീരാമഹ്യം എന്ന് പറഞ്ഞ അവതാരമാണ്. അതിൻ്റെ തർക്കമേ എനിക്കില്ല. നിങ്ങൾ എനിക്ക് ഐക്യരാഷ്ട്രസഭയെ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തന്നാൽ ഞാൻ വാദിച്ച് ജയിച്ച് ഗുരുദേവൻ അവതാരമാണെന്ന് ഞാൻ സ്ഥാപിച്ചു തരാം. ഏത് തർക്കിക്കുന്നതിനും എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിത്താൻ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അവതാരം തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും അവതാരമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യമുണ്ട്. അതിലൊരു സാമ്യം ഇതാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ട ഒരു നിറമുണ്ട്. അതൊരു സിനിമാ പാട്ടിലൂടെ പെട്ടെന്ന് പറയാം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം മാണിക്കുഴലൂതിക്കൊണ്ടും. അടുത്ത വരി നിങ്ങൾ പാടണം. അതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട നിറമാണ് മഞ്ഞ. ഗുരുദേവൻ ഉടൻ തന്നെ പറഞ്ഞു മഞ്ഞ വസ്ത്രമായിക്കോട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും ഇഷ്ടപ്പെട്ട നിറമാണ് മഞ്ഞ. ആ മഞ്ഞ തീരുമാനിച്ചു. ഇന്നറിയുമോ, ലോകം നയിക്കുന്ന വർണ്ണമാണ് മഞ്ഞ. ഏതു കാര്യം, ഒരു പെയിന്റ് കടയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പെയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആഗോളതലത്തിൽ മഞ്ഞ തന്നെയാണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ ഇല്ല. നമ്മളെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. എനിക്ക് 1981 ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത്രയും പഴക്കമുള്ള ലൈസൻസ് ഉള്ളവർ കാണാം ഈ കൂട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ വണ്ടികൾക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ടോ? ഇല്ല. 90കളിലാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നത്. അന്ന് ഇൻഡിക്കേറ്റർ ഇല്ല. അന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കും ആശാമാർ വണ്ടി വലത്തോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ കാണിച്ചപ്പോൾ ചിലപ്പോൾ അവിടെ വയ്ക്കുന്നവർ ഇങ്ങോട്ട് വന്നെന്ന് വരാം. അത് പെണ്ണുങ്ങളെ എങ്ങാനും കാണിച്ചാൽ ഗുരു അറിയും. ഇടത്തോട്ടാ തിരിയേണ്ടതെങ്കിലോ അരിയാട്ടുന്നത് പോലെ ഇങ്ങനെ കാണിക്കണം, അല്ലേ?
ഇൻഡിക്കേറ്റർ വന്നു. ഗുരുദേവൻ്റെ കാലത്ത് കാറുണ്ട്, അന്ന് ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഇല്ല. എത്രയോ ലോകരാജ്യങ്ങളിൽ ഞാൻ പോയി, കണക്കില്ല എനിക്ക്. യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി എത്രയോ രാജ്യങ്ങളിൽ പോയി. ഏതു രാജ്യത്തായാലും ഇൻഡിക്കേറ്റർ ലൈറ്റ് വന്നപ്പോൾ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ നിറം എന്താണ്? എന്താ നിറം? പറയാൻ പേടിയുണ്ടോ? നാണമുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് തല ഉയർത്തി പറ. എന്താ നിറം? മഞ്ഞയാണ്. സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് ഇൻഡിക്കേറ്ററിന് പച്ച കൊടുത്തില്ല? ചൈനയിൽ ഞാൻ പലതവണ പോയി. ചൈനയിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്തുകൊണ്ട് ചുവപ്പ് കൊടുത്തില്ല? എല്ലാം മഞ്ഞ. ദിശാസൂചകമായ നിറമാണ് മഞ്ഞ. നമ്മൾ ഓടിച്ചു വരുമ്പോൾ ട്രാഫിക് ലൈറ്റ് പച്ച, ഓടി ഇങ്ങോട്ട് വരുമ്പം പെട്ടെന്ന് ചുവപ്പിലേക്ക് തരുമോ? ലോകത്തെവിടെയായാലും ട്രാഫിക് ലൈറ്റൊക്കെ ഗുരുദേവൻ സമാധിയായി കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞാ വന്നത്? ലോകത്തെവിടെ ട്രാഫിക് ലൈറ്റ് ഉണ്ടെങ്കിലും നിന്റെ വേഗത കുറയ്ക്കൂ, സൂക്ഷിക്കൂ എന്ന് കാണിക്കാൻ കൊടുത്തിരിക്കുന്ന നിറം മഞ്ഞയാണ്. ബ്രേക്ക് ചെയ്ത് നിർത്തിയിരിക്കുക. രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ ചോപ്പിൽ നിന്ന് പച്ചേ പോവോ? ഇല്ല. അടങ്ങി നിൽക്കുന്ന, ചലിക്കാതെ നിൽക്കുന്ന വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ചാലക ശക്തിയാണ് മഞ്ഞ നിറം. ഹൈറേഞ്ചിൽ പ്രഭാഷണത്തിന് പോകും, ഇടുക്കി വയനാട് ജില്ലയിൽ. അങ്ങോട്ട് കയറി പോകുമ്പം പകൽ പോകുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് ഇട്ട് പോകും. തിരിച്ചു വരുമ്പം മൂടൽ മഞ്ഞ്. ഹെഡ്ലൈറ്റ് ഇട്ടാൽ കാണൂ. പിന്നെന്ത് ചെയ്യും? ഫോഗ് ലൈറ്റ് ഇടും. ഫോഗ് ലൈറ്റ് നിറം എന്താ? ഫോഗിലെ നിറം എന്താ? മഞ്ഞ. ഇരുട്ടിനെ കീറിമുറിക്കുന്ന വജ്രപ്രകാശമുള്ള നിറമാണ് മഞ്ഞ. ഗുരുദേവൻ തിരഞ്ഞെടുത്ത മഞ്ഞയാണ്. ലോകത്തെ എത്ര എയർപോർട്ടിൽ ഞാൻ പോയി ഇറങ്ങിയെന്ന് എനിക്ക് അറിയാൻ വയ്യ. എത്ര എയർപോർട്ടിൽ നമ്മളെല്ലാം ഫ്ലൈറ്റിൽ ഇറങ്ങി. ആദ്യമൊക്കെ നിങ്ങൾ ഡൽഹി വന്നപ്പം കരിവണ്ടിക്കകത്ത് കൂവിയും പിടിച്ചും വണ്ടിയിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് നിങ്ങളെ കണ്ടാൽ ഡ്രാക്കുളയുടെ രൂപമായിരിക്കും. കുളിച്ചെങ്കിലേ മനുഷ്യരൂപമാകും. അങ്ങനെ വന്നു. പിന്നെ വന്നപ്പോഴത്തേക്ക് ഡീസൽ വന്നു, പിന്നെ ഇലക്ട്രിക് എഞ്ചിൻ വന്നു, വന്ദേ ഭാരത് വന്നു. ഇപ്പോൾ ഫ്ലൈറ്റിലാണ് നമ്മൾ കൂടുതൽ വരുന്നത്. ലോകത്തിൻ്റെ ഏത് എയർപോർട്ടിൽ പോയാലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ റൺവേയുടെ രണ്ട് സൈഡിലും നീളത്തിൽ ലൈറ്റ് കൊടുക്കും. നിറം എന്താ? പച്ചയില്ലേ? നീലയാണോ? മഞ്ഞ. സുരക്ഷിതമായി താഴെ വരാനുള്ള നിറമാണ് മഞ്ഞ. അവസാനിക്കുന്നില്ല. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാ? കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്ന സംസ്ഥാന പുഷ്പമായി തീരുമാനിച്ചത് SNDP-കാരാണോ? അല്ല. കണിക്കൊന്ന പൂവിൻ്റെ നിറം എന്താ? മഞ്ഞ. സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഫലം ഏതാണ്? 2017 തീരുമാനിച്ചു. കേരള സംസ്ഥാനത്തിന് ഒരു പഴമുണ്ട്. ഏതാ? ചക്ക. ചക്കപ്പഴത്തിന് നിറം എന്താ? SNDP-കാരാന്ന് തീരുമാനിച്ചേ. ഗുരുദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷം ഏതാ? സമാധിയുടെ തൊട്ടുമുമ്പ് നിൽക്കുന്ന വൃക്ഷം പ്ലാവ്. ആ പ്ലാവിൻ്റെ ചക്ക. അത് കഴിഞ്ഞാൽ ഗുരുദേവൻ ഇഷ്ടപ്പെട്ട വൃക്ഷം ഏതാ? അതിൻ്റെ ചുവട്ടിലിരുന്നാണ് നാഗമ്പടത്ത് തീർത്ഥാടനം വെച്ച മാവ്. ആ ചക്കരമാവിൻ്റെ എവിടെ ഗാന്ധി സംസാരിച്ചേ. മാമ്പഴത്തിന് നിറം എന്താ? എന്താ നിറം? മഞ്ഞ. കണ്ടോ? വൈറ്റമിൻ, മിനറൽസ് സകലം നിറഞ്ഞ പഴങ്ങളുടെ നിറം മഞ്ഞയാണ്. കണ്ടോ അതിൻ്റെ പ്രാധാന്യം? ഇനിയും പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. പബ്ലിക് സെക്ടറാണ്, സ്വകാര്യമല്ല, പൊതുമുതലാണെന്ന് സൂചിപ്പിക്കണമെങ്കിൽ മഞ്ഞ വേണം. അതാണ് പബ്ലിക് സെക്ടറിൽ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾ, ടാക്സി, കാറുകൾ, ടിപ്പർ ലോറികൾ, ഇതിൻ്റെ എല്ലാം നമ്പർ പ്ലേറ്റ് നിറം എന്താ? മഞ്ഞ. മഞ്ഞ സ്വകാര്യമല്ല, പൊതുജനങ്ങൾക്കുള്ളതാണ്. മാർജിൻ ഫ്രീ മാർക്കറ്റ് ഉണ്ടോ? മഞ്ഞ അടിച്ചോണം. STD ബൂത്തിൻ്റെ പെട്ടിയുണ്ടോ? മഞ്ഞ അടിച്ചോണം. കണ്ടോ? എല്ലാം കഴിഞ്ഞ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പ്രധാനമന്ത്രി സമർപ്പിച്ചപ്പോൾ വീഡിയോയിലാകെ നമ്മൾ കണ്ടു. പൂജാരികൾക്കെല്ലാം കാവിവേഷമായിരുന്നു. ക്ഷേത്രം ചോരാൻ തുടങ്ങി. പൂജാരികൾ വസ്ത്രത്തിന് നിറം മാറ്റി. ഇപ്പോഴത്തെ നിറം എന്താ? അയോധ്യ ക്ഷേത്രത്തിലെ പൂജാരികളുടെ വസ്ത്രത്തിന് ഇപ്പോഴത്തെ നിറം എന്താ? മഞ്ഞ. ചോർച്ചയിൽ നിന്നു. ഗുരുദേവൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ മഞ്ഞയെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അടച്ചിരിക്കുന്നു. ഇവിടെ എത്ര പ്രതിഷ്ഠയുണ്ട്? ഈ താഴെ ഗുരുദേവ പ്രതിഷ്ഠ വെച്ചപ്പോഴാണ് ഇവിടെ ജനങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങുന്ന ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. അതാണ് ഇത്രയും പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട്. ഈ ഏതെങ്കിലും പ്രതിഷ്ഠ ഇതുപോലെ ചെണ്ടമേളം, ഇതുപോലെ ആൾക്കൂട്ടം വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇതിലേതെങ്കിലും പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഡോക്ടർ MM ബഷീർ ഇവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടോ? അതാണ് ഗുരുദേവൻ.
ഗുരുദേവൻ അതാണ്. മഹാത്ഭുതമാണ്, മഹാത്ഭുതം. മഞ്ഞ തീരുമാനിച്ചതിൻ്റെ കഥകൾ ഇനിയും ധാരാളം ധാരാളം ധാരാളമുണ്ട്. മഴക്കാലം വരുന്നു, ഭയങ്കര മഴ, പ്രകൃതിക്ഷോഭം. ആദ്യം ഒരു അലർട്ട് തരും. എന്താ പേര്? യെല്ലോ അലർട്ട്, മഞ്ഞ ജാഗ്രത. കണ്ടോ, ജാഗ്രതയുടെ നിറമാണ് മഞ്ഞ. ഇവിടെ മഞ്ഞും തണുപ്പും കൂടുമ്പോൾ ഡൽഹിയിൽ ആദ്യം തരും യെല്ലോ അലർട്ട്, പിന്നെ ഓറഞ്ച് അലർട്ട്, പിന്നെ റെഡ് അലർട്ട്. അലർട്ടുകളുടെ നിറമാണ് മഞ്ഞ, ജാഗ്രത ഭാവിക്കാനുള്ള നിറമാണ് മഞ്ഞ. പറഞ്ഞാലൊടുങ്ങാത്ത മഞ്ഞയുടെ പ്രാധാന്യം ഇനിയും ധാരാളം. അതവിടെ നിൽക്കട്ടെ. ഇനിയുമുണ്ട്, ഒത്തിരിയുണ്ട്. കണ്ണിന് കാഴ്ച തരുന്നത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന നിലയിൽ പറയാം, കണ്ണിന് കാഴ്ച നമ്മൾ പറയും റെറ്റിനയാണ്, കൃഷ്ണമണിയാണ് പ്യൂപ്പിൾ, അതിനകത്ത് റെറ്റിന. ആ റെറ്റിനയുടെ ഏറ്റവും പുറകിൽ ഒരു ചെറിയ സാധനം ഇരിപ്പുണ്ട്, കാഴ്ച അവിടെയാണ് കിട്ടുന്നത്. അതിൻ്റെ പേര് മാക്കുല എന്ന. ഒരു പ്രായമായാൽ മാക്കുലാർ ഡീജനറേഷൻ വന്നാൽ ഒരു ചികിത്സയില്ല. കാറ്ററാക്ട് വന്നാൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാം. റെറ്റിനയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ ലേസർ അടിക്കാം. മാക്കുല ഡീജനറേറ്റ് ചെയ്താൽ കാഴ്ചയില്ല. മാക്കുല എന്ന് പറയുന്ന സാധനത്തിൻ്റെ കണ്ണിൻ്റെ മർമ്മപ്രദമായ മാക്കുലയുടെ നിറവും മഞ്ഞയാണ്. മഞ്ഞയില്ല, കാഴ്ചയില്ല. തീർന്നില്ല. യക്ഷപ്രശ്നം, മഹാഭാരതത്തിലെ യക്ഷപ്രശ്നമുണ്ട്. യക്ഷപ്രശ്നത്ത് ധർമ്മപുത്ര യക്ഷനുമായിട്ട് സംവാദം നടക്കുന്നുണ്ടല്ലോ, കഥയറിയാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വരാൻ നേരമില്ല. അപ്പോൾ യക്ഷൻ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ രസകരമായ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം നിങ്ങൾ മറക്കത്തേയില്ല. ഡൽഹിയിലെ ഈ തീർത്ഥാടനത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ഓർത്തിരിക്കുന്നതിലെ ചോദ്യം, യക്ഷൻ ചോദിച്ച ഒരു ചോദ്യമാണ്, ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജീവി ഏതാ? അതാരാ വിളിച്ചു പറഞ്ഞത്? ഒന്ന് കൈവക്കേ. വെരി ഗുഡ്, കയ്യടി കയ്യടി. അതാണ് നമ്മളിരുന്ന് കുറേ കൺഫ്യൂഷൻ ആയത്. മത്സ്യങ്ങളാണ്, ഉറങ്ങുമ്പം കണ്ണടയ്ക്കാറില്ല. യക്ഷന് മറുപടി കൊടുത്തു യുധിഷ്ഠിരൻ. അടുത്തൊരു ചോദ്യം ചോദിച്ചു. ഒന്ന്, ജനിക്കുന്നു, അതിന് ജീവനുണ്ട്, പക്ഷെ വളരുന്നില്ല. ജനിക്കുന്നു, ജീവനുണ്ട്, വളരുന്നില്ല. ധർമ്മപുത്രർ പറഞ്ഞു കൊടുത്തു. മുട്ട, കോഴിമുട്ട, താറാമുട്ട, പക്ഷികളുടെ മുട്ട. ജനിക്കുന്നു, ജീവനുണ്ട്, വളരുന്നില്ല. അതിൻ്റെ കാതലായ ഭാഗം വെള്ളക്കരുവാന്നോ മഞ്ഞക്കരുവാന്നോ? മഞ്ഞക്കരു ഉണ്ടെങ്കിലേ ജീവനുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ മഞ്ഞ എന്നും സജീവമായി നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ എന്ന് അടിവരയിട്ട് അവിടെ നിർത്തുക. മഞ്ഞ നിറം തീരുമാനിച്ചു, വ്രതം തീരുമാനിച്ചു, നിറം തീരുമാനിച്ചു, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ, അധികം ചോദ്യങ്ങളില്ല, എല്ലാം തീരുമാനിച്ചു. വളരെ കൃത്യമായി ഗുരുദേവൻ അതിലെല്ലാം ചിട്ടവട്ടങ്ങളെല്ലാം പറഞ്ഞു. തീർത്ഥാടനം എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കരുത്, നിങ്ങൾ ഒരുപാട് ചെലവുകളൊന്നും ചെയ്യരുത്. സാമ്പത്തികമായി കുറച്ച് പൈസ, ചെലവിനുള്ള പൈസ വേണം, പൈസ കുറച്ച് നിങ്ങളുടെ കയ്യിൽ കരുതിക്കണം. പക്ഷേ ഭക്ഷണം സുലഭമായി നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞത് ഏത് കാലത്താണെന്ന് ആലോചിക്കണം. മുക്കിന് ചായക്കടയില്ല, ഹോട്ടലില്ല, സപ്ലൈ ചെയ്യാൻ ആരുമില്ല, അന്നദാനങ്ങൾ വളരെ ചുരുക്കം. ആ കാലഘട്ടത്തിൽ അന്നം ശരിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ ശിവഗിരി തീർത്ഥാടനത്തിന് അന്നദാനം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ അന്നദാനമാണ്. വഴിനീള പോകുന്നവർക്ക്, പദയാത്രക്കാർക്ക് എല്ലാം അന്നമാണ്. കണ്ടോ, ആവശ്യത്തിനുള്ള പൈസ എടുത്താൽ മതി എന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ തീർത്ഥാടനത്തിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് തീരുമാനിച്ച് വൈദ്യരും റൈറ്ററും കൂടെ ചോദിക്കുന്ന കൂട്ടത്തിൽ കോട്ടയം കോടിമത എന്ന സ്ഥലത്തെ കൊല്ലം പറമ്പിൽ കൊച്ചുപാപ്പി ഒരു ചോദ്യം ചോദിച്ചു. അതാണ് രസകരമായ ചോദ്യം. ഗുരുദേവൻ തീർത്ഥാടനത്തിന് അനുവദിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെ ഗുരുദേവൻ മനസ്സിലാക്കിയതിൻ്റെ ആഴം, അതിൻ്റെ പ്രവചനാത്മത, മനുഷ്യ സ്വഭാവം തിരിച്ചറിഞ്ഞതിൻ്റെ മർമ്മം, ഒപ്പം ഒരു നർമ്മഭാവനയും ഉണ്ട്. ആ നർമ്മഭാവനയാണ് കൊച്ചുവാപ്പി ഒരു ചോദ്യം ചോദിച്ചു. മറ്റു തീർത്ഥാടനത്തിൽ പോകുമ്പോൾ രുദ്രാക്ഷം ധരിക്കാറുണ്ടല്ലോ, ശിവഗിരി പോകുമ്പോൾ രുദ്രാക്ഷം ധരിക്കണോ? ഉടൻ വന്നു ഗുരുദേവന്റെ മറുപടി, സ്പോണ്ടേനിയസ് ആണ്. രുദ്രാക്ഷം ധരിക്കണോ? പച്ചവെള്ളത്തിൽ അരച്ചു കുടിച്ചാൽ പല സോക്കേടും മാറുമെന്ന്. അതിൻ്റെ സാരം എന്തെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്താ അതിൻ്റെ സാരം? ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഭക്തിയുടെ സാഗരം കടക്കാൻ കഴിയില്ല എന്നും തിരിച്ചറിവുണ്ടാകില്ലെന്നും കാട്ടിക്കൂട്ടൽ അല്ല വേണ്ടതെന്നും ആലങ്കാരികമായി പറഞ്ഞ് പരിഹസിച്ച് തള്ളി ഗുരുദേവൻ. അല്ലാതെ രുദ്രാക്ഷം ധരിക്കേണ്ടതെന്നും ഗുരുദേവൻ പറഞ്ഞില്ല. ശിവഗിരി പോകുമ്പോൾ നിങ്ങൾ രുദ്രാക്ഷം ധരിക്കണോ? വേണ്ട എന്നല്ല ഗുരു. വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആരും
SNDP-കാരും പിന്നെ രുദ്രാക്ഷം ധരിക്കാൻ കഴിയാതെ വന്നു പോയതിന് അല്ലേ? ഒറ്റയടിക്ക് പറഞ്ഞു, പച്ചവെള്ളത്തിൽ അരച്ചു കുടിച്ചാൽ പല രോഗങ്ങളും മാറും. കൊച്ചുവാപ്പിക്ക് മതിയായി. ചോദ്യങ്ങൾ അവിടെ അവസാനിച്ചു. പക്ഷേ ഗുരുവിൻ്റെ ഉത്തരം ഇപ്പോഴും തുടരുകയാണ്. അതാണ് ഗുരു. സാധാരണ ചോദ്യം ഉത്തരം തീർന്നു, പരീക്ഷയ്ക്ക് എഴുതി വെച്ചു, പോയി, ചോദ്യം ഉത്തരം തീർന്നു. ഗുരുവിൻ്റെ ഉത്തരങ്ങൾ അവസാനിക്കുന്നില്ല. അനന്തമായി ഉത്തരം നീളുകയാണ്. അതാണ് ഈ തീർത്ഥാടനത്തിൻ്റെ രഹസ്യം. ചോദ്യം അവസാനിച്ചപ്പോൾ ഗുരുദേവൻ തിരിച്ചു ചോദിച്ചു, ഇങ്ങനൊരു തീർത്ഥാടനം നടത്തുമ്പോൾ അതിന് ലക്ഷ്യമെന്താണ്? അതിനൊരു ലക്ഷ്യം വേണ്ടേ? എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ലക്ഷ്യം ഗുരുദേവൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ ലക്ഷ്യം? അപ്പൊ ലക്ഷ്യം എന്താണെന്ന് ഇവർക്ക് പറയാൻ കഴിയില്ല. അപ്പോഴാണ് 8 കാര്യങ്ങൾ ഗുരുദേവൻ പഠിപ്പിക്കുന്നത്. ആ 8 കാര്യങ്ങളാണ് ലക്ഷ്യങ്ങൾ, അല്ലേ? അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം, ശുചിത്വം തുടങ്ങി 8 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഉത്തരങ്ങൾ അവസാനിക്കുന്നതേ ഇല്ല. അത്തരമൊരു തീർത്ഥാടനത്തിൽ ഇങ്ങനെ നമുക്ക് അല്പം ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന മണി 1:45. ഞാൻ വിചാരിച്ച് 12:45. നിങ്ങൾ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോയാലും ഞാൻ എപ്പോഴേ നിർത്തിയല്ലേ. ഒരു മനുഷ്യൻ ഇരിക്കുന്നിടത്ത് അവിടെ തന്നെ ഇരുന്നു. 2 മണിക്കൂറായിട്ട് നിൽക്കുന്ന മനുഷ്യർ അവിടെ തന്നെ നിന്നു. ഒരാളും ചലിക്കുന്നില്ല. ഒരേ രീതിയിൽ സ്തബ്ധമായിരിക്കുന്ന ഈ സദസ്സാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ഇത് ഗുരുദേവൻ്റെ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ അനീഷിൻ്റെ ഗുരുപദം TV കാണുന്നവരാണ്, എനിക്കറിയാം. ഒരുപാട് പേരും എന്ന് പറഞ്ഞു, ഗുരുപദം ഞങ്ങൾ കാണാറുണ്ട്, ചാനൽ കാണാറുണ്ട്. അനീഷ് എൻ്റെ പരിപാടി പ്രസംഗം ഇങ്ങനെ പിടിക്കുന്ന കൂട്ടത്തിൽ അനീഷിന് ഒരു ചെറിയ ഒരു ഗുരുത്തക്കേടുണ്ട്. എന്തെന്നറിയാമോ? ക്യാമറ ഇങ്ങനെ ഓഡിയൻസിന് നേരെ തിരിക്കും, ഓഡിയൻസിനെ ഇങ്ങനെ കാണിക്കും. അത് അനീഷിൻ്റെ ഒരു ചെറിയൊരു സ്വഭാവമാണത്. ഞാൻ പലപ്പോഴും പറയും, എന്തിനാണ് എടുത്ത് കാണിക്കുന്നത്? അന്നേരം അനീഷ് പറയുന്നൊരു മറുപടിയുണ്ട്, അങ്ങയുടെ പ്രഭാഷണം കേൾക്കാൻ ആര് വന്നാലും ഇതുപോലെ അനങ്ങാതിരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് ചലിക്കാതിരിക്കുന്ന ഈ സദസ്സ് വിശ്വഗുരു അടിയന് തന്ന വലിയ അനുഗ്രഹമാണ്. അത് എത്ര നേരം പറഞ്ഞാലും, ഇനിയും ഞാൻ നീട്ടി പറഞ്ഞുകൊണ്ട് 2 മണി, 2:30 മണി, 3 മണി വരെ പറഞ്ഞാലും നിങ്ങൾ ഇതേ ഇരിപ്പിരിക്കുമെന്ന് എനിക്കറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ മര്യാദ കാണിക്കണം, അല്ലേ? ഔചിത്യബോധം കാണിക്കണം. നമുക്കിനി ഭക്ഷണം കഴിക്കണം, ഞായറാഴ്ചയാണ്, കുറച്ചെങ്കിലും വീട്ടിൽ വിശ്രമിക്കുകയും കാര്യമൊക്കെ വേണം. അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിനും നിർനിമേഷമായി നിങ്ങൾ ഓരോരുത്തരും കേട്ടിരുന്നതിനും, ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒട്ടേറെ യാത്രയും ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാമുണ്ട്. എല്ലാം മാറ്റിവെച്ച് ഒരു ലക്ഷ്യത്തോടു കൂടി ഒരുപാട് അകലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ സഹോദരങ്ങളോടും ഒരുപാട് നന്ദിയും കടപ്പാടും കൃതാർത്ഥതയും അറിയിച്ച്, ഇങ്ങനെ ക്ഷണിക്കാനിടയായ ഭാരവാഹികളോട് പ്രത്യേക നന്ദി അറിയിച്ച്, നിർനിമേഷമായി കേട്ടിരുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോടാണ് ആവർത്തിച്ച് എനിക്ക് നന്ദി പറയാനുള്ളത്. അപ്രകാരം എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, അടിയൻ്റെ വർത്തമാനത്തിലോ അടിയൻ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അപാകങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ ഗുരുധർമ്മം ജയിക്കട്ടെ. നന്ദി. ശ്രീനാരായണ പരമഗുരുവേ നമഃ.